അല്ല. ഇതിനിടക്കൽ ഒരു പേർക്ക് കേട്ടിനാന്നറിയില്ല, ഇപ്പൊ വരുമ്പോൾ ഒരു ഉസ്താദ് എപ്പോഴും ലൈവ് കാണുന്നത്. അപ്പോ ഈ പാട്ടുകാർക്ക് പാടിയാൻ തന്നെ പാടാം, പ്രശ്നമില്ല. അത് ചന്തത്തിൽ പാടിയങ്ങായി പാട്ടുകാർക്ക് പ്രശ്നമില്ല. ഈ വയലിന്റെ ആൾക്ക് ചെല്ലാനെ ചെല്ലാനാന്നില്ല, ലൈവിലുള്ളതിനുണ്ട്. പിന്നെ എന്തെങ്കിലും ചെല്ലാനും വന്നില്ല, പെട്ടെന്ന് കട്ടാക്കിയിട്ട് അപ്പുറത്തേലിരുന്നത് അത് ഇത് വൈരുദ്ധ്യം ഉണ്ടോ. ഏടെങ്കിലും പെണ്ണുങ്ങൾ എന്തെങ്കിലും ചെല്ലെങ്കിൽ അപ്പ അതിന്റെ പീസാക്കി ഇട്ടിട്ടായി പെണ്ണുങ്ങളെല്ലാ കെണിയും കയ്യോടെ പിടിച്ച ഉസ്താദ്. എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ചാനലും ഇല്ല. ഇത് ഓരോരുത്തർ ഇടുമ്പോ അതിന്റെ കമന്റ് എല്ലാം ഓതിക്കും വയലിനെ പോയല്ല, എനിക്കും എന്റെ പേർക്കാർക്കും പെട്ടു അല്ലേ. അത് ഓരോരുത്തർക്ക് സുഖമാണ് അല്ലേ. ഓരോരുത്തന്റെ എല്ലാവരും സുഖം ഒരുപോലല്ല. ഒരുത്തനോട് കേട്ട് നിങ്ങൾക്ക് ഏറ്റവും സുഖം എന്തെന്ന് ഓൻ പറഞ്ഞ് കുളിച്ചിട്ട് വന്ന പാട് ആ ചെവിക്ക് ഇത് ബഡ്സിട്ട് തിരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട്, അതിന്റെ അത്ര സുഖം ഏതുമില്ല. ഓരോരുത്തന്റെ സുഖം അങ്ങനെയാണ്, എല്ലാവർക്കും ഒരേ സുഖമല്ല. ഞമ്മക്കല്ല, സർവ്വസാമാന്യ മനുഷ്യന്മാർക്കല്ല സുഖം വേറൊരാളെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് ചിരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം, നമ്മൾ അപ്പുറത്തെ പരക്കാരന്റെ നാട്ടുകാര് പറയുമ്പോ കിട്ടുന്ന ഒരു സുഖം, അതെല്ലാം നല്ല സുഖമല്ല. ചെവിക്കിട്ട് തിരിക്കുമ്പോ കിട്ടുന്ന സുഖം നല്ല സുഖമല്ല. അത് എത്ര വേണം അങ്ങ് തിരിച്ചോളി, ചെവിന്റെ പൂ പോയെങ്കിൽ മാത്രം പിന്നെ ഫുള്ള് സുഖം. ആര് പറഞ്ഞങ്ങും കേൾക്കാല അല്ലെ. ഇട്ടിട്ട് തിരിക്കുമ്പോ ഒരു മീഡിയം ഇട്ട് തിരിച്ചങ്ങ് മതി. ചില ആൾക്ക് എന്നിട്ട് എന്നിട്ടില്ല, കിട്ടിയാലും ഇട്ടിട്ട് പെണ്ണെല്ലാം ഇട്ടിട്ട് ഷാളിൽ ചുറ്റിട്ടിട്ടിട്ട് ചൊറിയെല്ലാം വന്നെങ്കിൽ ചൊറിന്റെ മരുന്ന് വാങ്ങാം. ഇതിനിടയ്ക്ക് ഒരാൾ കേട്ട് കണ്ണ് പടപട പിടക്കുന്ന എന്തേന്ന് ഞാൻ പറയുന്നത് അലർജി വിറ്റുണ്ടാവും. അങ്ങനല്ല, കരയാനുണ്ടെന്ന് എല്ലാവരും ചേർന്നു. അപ്പൊ ഇതിൽ ഇപ്പോഴേ കരഞ്ഞാൽ കയ്യില് നാളെ നിന്നെ പടക്കല, കരയാനുണ്ടെങ്കിൽ കരഞ്ഞ് തീർത്താൻ മതി എന്നുള്ളതാണ്. നമ്മൾ പഴയ വിശ്വാസത്തിൽ കുറെ ശരിയായതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. അള്ളാഹു നന്മകൾ പഠിക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവന്റെ ദുഃഖം സന്തോഷമായ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നു. ഏതുമാകട്ടെ, സ്വഹാബികളിൽ നിന്ന് താബീങ്ങളിൽ നിന്ന് സ്വാലിഹീങ്ങൾ ഉദ്ധരിക്കുന്ന ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു നീണ്ടമായ വിശദമായ ഒരു വിഷയങ്ങൾ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. നരകത്തിന്റെ 7 കവാടങ്ങൾ പാസ്സായി പോകാൻ ഒന്നാമത്തെ കവാടത്തിലെത്തുമ്പോ അവിടെ കൂടിയവർ ചോദിക്കുന്നത് ഫയുഹാസബൂന അലസ്സലാ. ആദ്യം നരകത്തിന്റെ എല്ലാ ബാധകളും രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താ ഒന്നാമതായി ചോദിക്കുന്നത് നിസ്കാരം ബന്ധപ്പെട്ട വിഷയമാണ്. നിസ്കാരമില്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത്. കച്ചവടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കല്യാണമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെയാണ്. കല്യാണത്തിന്റെ അന്ന് നിസ്കരിക്കണമെന്ന് പറയുമ്പോ ശരിയത്ത് വെച്ച മക്കൾ ചോദിച്ചല്ല ഉസ്താദേ അന്ന് നിസ്കരിച്ചെങ്കിൽ പിന്നെ മേക്കപ്പ് എല്ലാം പോയല്ലേ. ഈ മേക്കപ്പിലല്ലേ ഉള്ളത് സർവ്വസാമാന്യ. ഏതുവാകട്ടെ, നിസ്കാരം കളാക്കരുത്. നിസ്കാരം ക്ലിയറാണോ, നിസ്കാരത്തിന്റെ വടികൾ ശരിയാണോ, നിസ്കാരം വൃത്തിയാണോ, അത് കൃത്യസമയത്തിനാണോ, അത് റബ്ബിന് വേണ്ടിയാണോ. നജാമിൻ തിൽക്കൽ ഖന്തറ, ആ ഗേറ്റ് വിട്ട് കടന്നു, അവൻ രക്ഷപ്പെട്ടു. ഒന്നാമത്തത് രക്ഷപ്പെടാൻ നിസ്കാരം കൃത്യമാകണം. സിയാറത്ത് ചെയ്തത് കൊണ്ട് മാത്രമായില്ല, ദിക്ർ ചൊല്ലിയത് കൊണ്ട് മാത്രമായില്ല, നേർച്ച കഴിച്ചത് കൊണ്ട് മാത്രമായില്ല. നിസ്കാരം കൃത്യമാക്കണം. നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള സൂഫിയില്ല, നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള മസ്താനില്ല, നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള യാതൊരുവിധ ത്വരീഖത്തോ ശരീഅത്തോ ഇല്ല. നിസ്കാരമാണ് വലുത്. നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു മഹാനും ഇവിടെ ദീൻ കാണിച്ചു തന്നിട്ടില്ല. നമ്മൾ നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യഖീന് കിട്ടോളം നിസ്കരിച്ചാൽ മതി എന്നർത്ഥം പറഞ്ഞു. മരണമാണ്. യഖീനല്ലെങ്കിൽ ഓൻ പറഞ്ഞു ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അള്ളയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഉറപ്പ് കിട്ടി, ഇനി നിസ്കരിക്കണ്ട. ഉറപ്പ് വരണമെങ്കിൽ മരണമാണ്, നീ ഖബറിലേക്ക് എത്തണം. എത്താതെ നിനക്ക് ഉറപ്പില്ല. ഉറപ്പായ മരണം എത്തുന്നത് വരെ നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം, നിസ്കരിക്കണം. നിസ്കാരം കളയരുത്, നിസ്കാരം ഒഴിവാക്കരുത്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലയോ, ഫസൗഫ യൽഖൗന ഗയ്യാ. ഗയ്യ് എന്ന് പറയുന്ന നരകമുണ്ട്. ഏതാണെന്നറിയോ? മറ്റുള്ള നരകങ്ങൾ പോലും അല്ലാഹുവോട് കാവൽ ചോദിക്കുന്ന നരകമാണ് ഗയ്യ്. ആ ഗയ്യ് ആർക്കുള്ളതാ? ലിതാരിക്കിസ്സലാ. ഉറൂസാണെങ്കിലും നിസ്കരിക്കണം, മീലാദാണെങ്കിലും നിസ്കരിക്കണം, വീട്ടിലെ കാര്യപരിപാടിയാണെങ്കിലും നിസ്കരിക്കണം. കൃത്യമായി നിസ്കരിക്കുന്നവനാരോ അവൻ രക്ഷപ്പെടുകയാണ്. അവൻ നരകത്തിന്റെ കടമ്പകൾ കടന്ന് അവൻ രക്ഷയിലേക്ക് നീങ്ങുകയാണ്. ആദ്യം ചോദിക്കുന്നത് നിസ്കാരമാണ്. നമ്മൾ മാത്രം നിസ്കരിച്ചാ പോരാ, മക്കളും നിസ്കരിക്കണം, കുടുംബങ്ങളും നിസ്കരിക്കണം, എല്ലാവരെ കൊണ്ടും നിസ്കരിപ്പിക്കുന്നവരാകണം. നിസ്കാരം വളരെ ശ്രദ്ധയോടെ, വളരെ ജാഗ്രതയോടെ, വളരെ സൂക്ഷ്മതയോടുകൂടെ ആകണം. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ വസ്വാസ് അർത്ഥമല്ല.
ചില ആളല്ലോ ഈയാക്ക 10 കുറി ഉണ്ട് ഓരോരുത്തന്റെ ഫാത്തിയയിൽ ഈയാക്ക എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പുറത്തവൻ പേടിച്ചിട്ട് ഭയന്ന പോലത്തെ. ഓരോരുത്തന്റെ കയ്യിൽ മഗ്ലൂബി തലയില ആട്ടിയിട്ട് കുണിച്ചിട്ട് കണ്ണെല്ലാം ബെൽതാക്കിയിട്ട് അല്ലെ 10 കുറിയല്ല തലാട്ടി എങ്ങനെ നിസ്കാരം ഉണ്ടാ പിന്നെ അവനക്ക്. അങ്ങനെയല്ല, സൂക്ഷ്മത ജാഗ്രത എല്ലാം വേണം. നീയത്തെല്ലാം വെക്കുമ്പോൾ ഓരോരുത്തന്റെ അവസ്ഥയെല്ലാം കണ്ണും മുകളിൽ ബെൽതാക്കിയിട്ട് അള്ളാഹു താല ഞമ്മല്ല വേറെ ആർക്കും നിസ്കരിക്കുന്ന പോലെ ഓ മാത്രം അള്ളാഹ് നിസ്കരിക്കുന്ന പോലെയാണ് ഓരോരുത്തന്റെ കളി. വസ്വാസ് നല്ലതല്ല, സൂക്ഷ്മത നല്ലതാണ്, ജാഗ്രത നല്ലതാണ്. അത് കുളിയിലാവട്ടെ, ഉളൂയിലാവട്ടെ, നിസ്കാരത്തിലാവട്ടെ, സൂക്ഷ്മത നല്ലതാണ്. സൂക്ഷ്മത എന്ന് പറഞ്ഞെങ്കിൽ 10 പ്രാവശ്യം അത്തഹിയാത്തു എന്ന് പറയൽ സൂക്ഷ്മതയല്ല, വസ്വാസാണ്. ശൈത്താന്റെ ഭാഗത്തു നിന്നുള്ള വസ്വാസുകളെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് സൂറത്തുകൾ ധാരാളം പാരായണം ചെയ്യണം. ആകാശത്തിലേക്ക് ഒരുപാട് നേരം നോക്കുന്നത് ആദത്താക്കണം. എന്നാൽ നമുക്ക് വസ്വാസുകൾ വിട്ടുകിടക്കാൻ നല്ലതാണ്. ഇപ്പൊ നോക്കി കിട്ടല നല്ല പന്തലിട്ടുണ്ട്, അള്ളാഹു ബർക്കത്താക്കട്ടെ. ഇപ്പൊ പോയത്തല്ല ഓപ്പൺ സ്റ്റേജ്, മഞ്ഞ് മൈക്കെല്ലാകുമ്പോ സൗണ്ടിന്റെ അഡ്രസ് ഇല്ല. ഞാൻ കേട്ടപ്പോ ചെല്ലി ഉസ്താദ് അതെല്ലാം ഓൾഡ് ഫാഷൻ. ഏത് മീത്തൊക്കെ പന്തലിടുന്നതെല്ലാം ഓൾഡ് ഫാഷൻ. ഓപ്പൺ സ്റ്റേജ് ഇപ്പത്തെ ട്രെൻഡ്. ഈ ട്രെൻഡിൽ എല്ലാം പോയി അല്ലെ, എന്തെല്ലാം ട്രെൻഡ് അല്ലെ, കത്തുപ്പാട്ട് അല്ലെ. ഒരു ജാതി തുടങ്ങി അപ്പുറത്തും ഇപ്പുറത്തും ഫ്രൂട്ട്സും മാങ്ങയും ഇതെല്ലാം കൊടുത്തിട്ട് ബാൻഡ് എല്ലാം മുറിച്ചിട്ടിട്ട് ഈലേക്കെല്ലാം പീസ് ആക്കി ഇട്ടിട്ട് ഈലേക്ക് അല്ലെ കത്തുപ്പാട്ടെല്ലാം ഇട്ടിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് അല്ലെ. ഇത് തിന്നിട്ട് ഇങ്ങനെ ഇതിന്റെ വീഡിയോ, ഇതിന്റെ സ്റ്റാറ്റസ്, ഇതിന്റെ ഫോട്ടോ ഇട്ടിട്ട് ഇത് അല്ലെ ട്രെൻഡിങ്. ഒരു 10 നമ്മന്നവിടെ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട് അറിയല. ഇപ്പൊ നോക്കുമ്പോ എത്തി നമ്മളെ നാട്ടിലേക്കല്ല എത്തിപ്പോ അല്ലെ കത്തുപാട്ട്. ഇത് ഇട്ടിട്ട് തിന്നിട്ട് ഓരോരുത്തന് ലൂസ് മോഷൻ, ഓരോരുത്തന് വയറ് ചൂട്, ഓരോരുത്തന് ഉരിമൂത്ര, ഓരോരുത്തന് ഓരോ ബുദ്ധിമുട്ട്. തിന്നണ്ടാന്ന് നല്ലൊരു ലിമിറ്റ് വെച്ച് തിന്നോളി. ഈ തിന്നുന്നതിനൊക്കെ വലിച്ച് വീഡിയോ ആക്കി കുടുംബത്തിൽ ആണും പെണ്ണും ഒക്കെ കലർന്ന് സന്തോഷത്തിൽ ബായന്റെ ഇട്ട് എല്ലാം തിന്ന് നോക്കുമ്പോൾ ഓരോരുത്തരും ഉഷാറും ഇല്ല. പിന്നെ ആ സമയത്ത് ആ കത്തുപാട്ടിന്റെ ഇടയിൽ ഓരോരുത്തന്റെ ഒക്കെ ജോയിന്റ് ആയിട്ട് പോയിട്ട് ഓരോരുത്തരും പെഞ്ഞായും ഒക്കെ ഇല്ലാത്ത അവസ്ഥയിൽ എത്തുന്നു. ഒറ്റ കത്തുപാട്ടുമ്പോൾ ജാഗ്രത ആയിക്കോളി അല്ലെ. അതിതെല്ലാം തിന്നിട്ട് കണക്കിനെ കാട്ടി ആരോഗ്യം കെടുത്തുന്ന കാര്യങ്ങളൊന്നും ഭക്ഷണത്തിൽ കഴിക്കരുത്. ഒരുമിച്ചിരുന്ന് തിന്നണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ച സംസ്കാരമാണ്. ഇജ്തിമാഉൽ ആയിലത്തി അല ത്വാമിമാ, ഒരുമിച്ച് കുടുംബം, ഭാര്യ, ഭർത്താവ്, ഉമ്മ, ഉപ്പ, മക്കള് എല്ലാരും ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ചിരുന്ന് കഴിക്കൽ ഖൈറാൻ, ബറക്കത്താണ്, കാവലാണ്. ട്രെൻഡ് എന്ത് വന്നാലും നമ്മൾ ചെയ്യും. വീട്ടിൽ എപ്പോഴും ഉമ്മാന്റെ കൂടെ, ഉപ്പാന്റെ കൂടെ, കുടുംബത്തിലെല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാത്ത നമ്മള് കത്തുപാട്ട് ട്രെൻഡായി വന്നപ്പോ ഒരുമിച്ചിരുന്ന് നാട്ടിലും ഗൾഫിലും അവിടെയും ഇവിടെയും റൂമിലും വീഡിയോസുകളായി, ഫോട്ടോസുകളായി, ആനന്ദങ്ങളായി, സന്തോഷങ്ങളായി എന്തൊക്കെ ട്രെൻഡ് വന്നാലും ഏറ്റെടുക്കുന്ന ഈ സമുദായം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സംസ്കാരങ്ങൾ, ശൈലികൾ, അത് നമുക്ക് ട്രെൻഡല്ല. നമുക്ക് ആധുനികമായ പാശ്ചാത്യരുടേതും അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തിന്മകളും ഇതൊക്കെ നമുക്ക് ട്രെൻഡായി. വല്ല സോഷ്യൽ മീഡിയ മൊബൈൽ ക്യാമറ ഓൺ ചെയ്തിട്ട് ഒരാണിനെ ടച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. തൊടുന്നു. എങ്ങനെങ്കിലും ഓളൊന്ന് ടച്ച് ചെയ്ത് ഈ മനുഷ്യന്റെ ഇസ്സത്ത് കെടുത്തുമാർ. ആ മനുഷ്യൻ സുസൈഡ് ചെയ്തു പോയില്ലേ? ഒരു സഹോദരന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ കാരണമായവൾ ആരാണെങ്കിലും ശരി, ദുനിയാവൊന്നും അവൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു, ആഖിറത്തൊന്നും അനുഭവിക്കേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അവൾക്ക് വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടി, അവൾ ആളാകാൻ വേണ്ടി, അവൾ വലിയ ഫേമസ് ആകാൻ വേണ്ടി, എന്തുദ്ദേശമായിക്കോട്ടെ, പണം കിട്ടിയെന്ന് വന്നേക്കാം, ഫേമസ് ആയി എന്ന് വന്നേക്കാം, അതിന്റെ യാതനകളും വേദനകളും അനുഭവിക്കാതെ ഇവിടെ നിന്ന് മരിച്ചു പോകാനില്ല. ഒരാളുടെയും സങ്കടത്തിന് കാരണമാവരുത്, കണ്ണീരിന് കാരണമാവരുത്, മരണത്തിന് കാരണമാവരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊറുക്കാത്ത കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ. ആളുകൾക്ക് അതൊക്കെ ഒരു കേസ് കൊടുത്താൽ എനിക്ക് പ്രശ്നമല്ല എന്നാണ് ആ പെണ്ണ് പറയുന്നത്. ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്യാൻ ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഈ സുസൈഡ് ചെയ്യുന്നത് ഒരു ട്രെൻഡായി പോയി. ചെറിയ വിഷയത്തിനെല്ലാം സുസൈഡ് ചെയ്യാം. കല്യാണം മുടങ്ങിയ സുസൈഡ് ചെയ്യാ, കടമായ സുസൈഡ് ചെയ്യാ. ഇതിന്റെ ഇടയ്ക്ക് സുസൈഡ് ചെയ്ത് ഓന്റെ കട എത്രയെന്ന് വെച്ചു 15 ലക്ഷം റുപ്യാണ്. ഞാൻ പറയും 15 ലക്ഷം റുപ്യല്ല കടകളിൽ സുസൈഡ് ചെയ്യണം. ഇവിടെ 15 കോടി 40 കോടിയെല്ലാം കൊടുക്കാനുള്ളവന് BMW കാറിൽ വിലസിക്കൊണ്ടുള്ള കാലത്ത് അല്ലേ കൊടുക്കുന്ന ട്രേഡിങ്ങും മണ്ടും മസ്കും നല്ല പറഞ്ഞ ആൾക്കാരെ നല്ല പൈസ വാങ്ങിയിട്ട് കൊടുക്കൂല വാലറ്റിലുണ്ട് കൊടുക്കാല് അവർക്കൊരു പ്രശ്നമല്ല. കടത്തിന് വേണ്ടി സുസൈഡ് ചെയ്തു പോയാ ഖബറിൽ ശിക്ഷ
ശിക്ഷയാണ്, മഹ്ശറിൽ ശിക്ഷയാണ്. പെണ്ണിന് വേണ്ടി ജീവൻ ഒടുക്കിയാൽ, പുതിയ ഒരു ചെക്കനെ കിട്ടാത്തതിന്റെ പേരിൽ ജീവൻ ഒടുക്കിയാ അള്ളാഹു അവരെ ശിക്ഷിക്കുകയാണ്. തീരാൻ പോകുന്നില്ല. ഖബറിലും ശിക്ഷയാണ്, മഹ്ശറിലും ഇടങ്ങേറാണ്, നരകത്തിലും ശിക്ഷയാണ്. സുസൈഡ് ചിന്തിക്കുക പോലും ചെയ്യരുത്. തമാശക്ക് പോലും നക്ക് സുസൈഡ് ആക്കാണ്ടാവൂടൂ. ഇല്ല, ചിന്തിക്കണ്ട. നീ സുസൈഡ് ആക്കാനല്ല അള്ളാഹു നിനക്ക് ശരീരം തന്നത്. എത്രയോ ആളുകൾക്ക് കൈയില്ല, കാലില്ല, കണ്ണില്ല. എത്രയോ ആളുകൾക്ക് തിന്നാൻ ഭക്ഷണമില്ല, സംസാര ശേഷിയില്ല. നിങ്ങൾക്ക് അള്ളാഹു തന്നതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ലേ? റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് എന്തൊക്കെ നിയമത്തുകളാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നിട്ട് എന്തിനാണ് നിങ്ങൾ സുസൈഡ് ചെയ്യുന്നത്? ആണുങ്ങളെ, പെണ്ണുങ്ങളെ, മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ബിസിനസ് പൊട്ടിയാ പുതിയൊരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാം. പെണ്ണ് കിട്ടാതെ പോയാ മറ്റൊരു പെണ്ണിനെ തേടിയെടുക്കാം. ചെറുക്കനെ കിട്ടാതെ പോയാ മറ്റൊരു ചെറുക്കനെ നമുക്ക് പരിധിയെടുക്കാം. പ്രേമം പൊളിഞ്ഞാ സാരല്ല, കടമായോ സാരല്ല, ഇസ്സത്ത് പോയോ സാരല്ല. നാണം കെടുത്തിയവരുടെ മുന്നിൽ ഇസ്സത്തോടെ ജീവിച്ച് കാട്ടാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് ജീവൻ തന്നത്. ആ ജീവൻ ഒടുക്കാ. വലാ തുൽഖൂ ബിഐദീകും ഇലൽ തഹ്ലുക. നമ്മൾ സ്വന്തമായിട്ട് ജീവൻ ഒടുക്കാ അല്ലാഹു സമ്മതിച്ചിട്ടില്ല, റബ്ബിന് സമ്മതമല്ല. ജീവൻ ഒടുക്കിയവർ ഖബറിലെത്തിയാൽ ധാരാളം ശിക്ഷകളാണ്. അവരെ നാളെ ചുട്ടുപൊള്ളുന്ന നരകത്തിൽ അവരെ കൊണ്ട് അതുപോലെ അവരെ ശിക്ഷിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കൃത്യമായി നിസ്കാരം കൊണ്ട് നടക്കുക. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. രണ്ടാമത്തെ കടമ്പ ഏതാണെന്നറിയോ? നരകത്തിലെ രണ്ടാമത്തെ വാതിൽ. ആ വാതിലെടുത്ത് നമ്മൾ രക്ഷപ്പെടണോ? ഫയുഹാസബൂന അലൽ അമാന. അമാനത്ത് അത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുകയാണ്. അമാനത്ത് അതൊരു വാക്കാണെങ്കിലും ശരി, ഒരു പണമാണെങ്കിലും ശരി, എല്ലാം അമാനത്തിൽ മഹാന്മാര് വിശദീകരിക്കുന്നു. അമാനത്ത് ഏതൊക്കെ? അമാനത്തുൽ ഖാലിഖി വ അമാനത്തുൽ ഖൽഖ്. അല്ലാഹുവിനോടുള്ള അമാനത്തുകൾ അത് മഹാന്മാരെണ്ണുകയാണ്. നോമ്പ് അമാനത്താണ്. അത് കൃത്യമായി വീട്ടണം. നോമ്പില് നമ്മൾ നോമ്പ് കള്ളന്മാരാവരുത്. ഒരുത്തൻ പറഞ്ഞു, ഉസ്താദെ നോമ്പ് ഇന്ന് ഭയങ്കര ക്ഷീണം, ഇന്നലെ അത്ര ക്ഷീണം ഉണ്ടായിട്ടില്ല. പിന്നെ വേറെന്തല്ലോ പറഞ്ഞു. ബാലക്കാരോട് കേട്ടോക്കുമ്പോ അയാൾ നോമ്പേ നോക്കലില്ല. എനിക്ക് ഇന്നലെ ക്ഷീണമില്ല, ഇന്നും ഇല്ല. അപ്പൊ പറയുമ്പോ ചിലപ്പോ ഇടക്കിടക്ക് ക്ഷീണം ഉണ്ടെന്നില്ലെങ്കിൽ ആൾക്കാർ ഇരിക്കുന്ന നോമ്പ് വെക്കുന്ന ആള്. അങ്ങനെയാവരുത്. നോമ്പ് അത് കാണുന്ന റബ്ബുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. നോമ്പ് കള്ളന്മാർ നമ്മൾ ആയി പോകരുത്. അല്ലെ, ഓരോരുത്തനെ ഔലിന്റെ അടുത്ത് വീട് കവുന്നതിന് പിന്നെ നോക്കുന്നത് CC ഉണ്ടാന്ന്. അല്ലെ, വീട് കവുന്നതിന്റെ ഒക്കെ കുറച്ച് കുളുക്ക പോയെന്തായി അതിന്റെ ഒരു ചെറിയ സമാധാനം. അല്ലെ, വായി മുക്കളിക്കും അങ്ങനെ കുറെ മുക്കളിച്ചിട്ട് ഓരോരുത്തർ തുപ്പ് തന്നെ കാണുന്നില്ല. CC ക്യാമറ ഉണ്ടെങ്കിൽ CC ക്യാമറന്റെ അത്രയും പഠിച്ചോനെ പേടിയില്ലാത്ത കാലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മൾ എന്ത് വേണം? നോമ്പ് കള്ളന്മാരാവരുത്. സ്ത്രീകളുടെ ഇടയിൽ ഒരു വിഷയമുണ്ട്. അല്ലെ, പിന്നെ മുത്ത് കൊടുത്തങ്ങ മതിന്ന് പെണ്ണുങ്ങ. ആരോ വയലിൽ പറഞ്ഞു കേട്ടി നോമ്പ് കാണില്ലാതെ മുന്നോട്ടൊക്കെ പോയാ മുത്തും കൊടുക്കണം, നോമ്പും നോക്കണം. ഉമ്മമാര്, ഒരു മുത്ത് കൊണ്ടും നമ്മുടെ നോമ്പ് തീരാൻ പോകുന്നില്ല. ചെറിയ കാരണം പറഞ്ഞ് അരി കൊടുത്തിട്ട് തീർക്കാന്നുള്ള ആ രൂപത്തിലാകരുത്. അമാനത്താണ്. അല്ലാഹുവിന് വേണ്ടി നമ്മൾ നോമ്പ് എടുക്കണം, നിസ്കാരം നിർവഹിക്കണം, കുളി വൃത്തിയാക്കണം. കുളി ശരിയാകാത്ത രൂപത്തിൽ ജനാബത്ത് കുളിക്കുമ്പോ, ഹൈദ് കുളിക്കുമ്പോ, നിഫാസ് കുളിക്കുമ്പോ, ചില നാട്ടിലെല്ലാം കേരളത്തിൽ ഇപ്പൊ അങ്ങനെയുണ്ട്. 90 കിടന്നിട്ട് മറ്റേ കുളിച്ചിട്ട് എണിക്കുന്നല്ല, പെറ്റിട്ട് എണിക്കുന്ന 60, 90 ആഘോഷം. നമ്മളെ നാട്ടിലെല്ലാം ഉണ്ട്. ചുറ്റുപാടത്തില് 40 ആഘോഷം. നിങ്ങൾ വേണ്ടപ്പോ ചെയ്തോ. നിങ്ങൾക്ക് കുളിക്കേണ്ട സമയത്ത് കുളിച്ചിട്ടുള്ള നിസ്കാരങ്ങൾ വൃത്തിയാക്കാതെ പോയാൽ, അത് തീർക്കാതെ പോയാ റബ്ബിന്റെ അമാനത്തിൽ നിങ്ങൾ പാകപ്പിഴവുകൾ വരുത്തിയവരാണ്. പിന്നെയോ ഉളൂയിലുള്ള അമാനത്ത് കൃത്യമായി ഉളൂ എടുക്കുക. അല്ലെ, ചില നാട്ടിലുണ്ട് ഔലിന്റെ അടുത്ത് വിഷയം പറഞ്ഞോണ്ട് ഒളു കൊടുക്കുന്ന പോലെ എന്നിന്റെ ആയനെ അറിയാല. ഒളു കൊടുക്കുമ്പോ പഞ്ചാധികയാക്കിയ സംസാരിച്ച നിസ്കാരത്തിന്റെ ഇഖ്ലാസ് കുറയുന്നതാണ്. ഒളു കൃത്യമാക്കിയ ഓന്റെ നിസ്കാരത്തിലെ ആവേശം ഉണ്ടാകും. അല്ലെ, അർജന്റ് ജുമാക്ക് വന്നിട്ട് പോയ ബാല്യക്കാരോട് കിട്ടിയാന്ന് കേട്ടപ്പോ പറഞ്ഞു കിട്ടി. അപ്പൊ നിങ്ങൾ ഒളോട്ടിനങ്ങ് ഞങ്ങൾക്ക് ജുമാ കിട്ടല്ല, ഒളു കൊടുക്കാത്തതിനോട് കിട്ടിയെന്ന്. അർജന്റ് പാഞ്ഞോണ്ട് വന്നിട്ട് വേഗം കൈ കെട്ടിയതുകൊണ്ട് ജുമാ കിട്ടി. ഒളോട്ടിനെങ്കിൽ ഒളോത്തിന് ജുമ ഇല്ല. അങ്ങനത്തെ ജുമാന്റെ കാലമാണ്, അങ്ങനത്തെ നിസ്കാരമാണ്. അവരിത് കൃത്യമായി ഒളോടുക്കുക.
കൊടുക്കുമ്പോ ജാഗ്രത പുലർത്തുക, വെള്ളം അനാവശ്യം ചെലവഴിക്കാതിരിക്കുക, കൃത്യമായി തേച്ച് കഴുകുക. ചിലത്തുണ്ട് പള്ളിന്റെ അടുത്ത് വന്നിട്ടാണ് ഈ ചുണ്ടിന്റെ ഇടയിൽ വെച്ചെല്ലാം എടുത്തിട്ട് വലിച്ചെറിയുന്നത്. എവിടെ ഔദിന്റെ അടുത്ത് വന്നിട്ട് ചില ആൾക്ക് അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞ ഒരാൾ ചില ജുമാക്ക് വന്നല്ല മനുഷ്യന്മാരുണ്ട് ഖബറിന്റെ അടുത്ത് നിന്നിട്ട് പുക ഇളക്കുന്ന ഖബറിലേക്ക് ഊത്തുന്ന എങ്ങനെ കത്തട്ട് തീ പിടിക്കട്ടുള്ളൂ വീടി വലിച്ചിട്ട് ഊത്തുന്ന പള്ളിന്റെ അടുത്ത് വന്നിട്ട്. അങ്ങനെ ആവരുത്. കൃത്യമായി വന്നവർ നേരത്തെ പള്ളിയിൽ വന്ന് ഉളൂടുത്ത് ഉളൂവിന്റെ ശേഷമുള്ള ദുആ ഇല്ലേ, ആ ദുആക്ക് ഉത്തരമുണ്ട്. സമയമുള്ളവർ നിന്ന് ചൊല്ലുക, അല്ലാത്തവർ ചൊല്ലിക്കൊണ്ടേ പോവുക. ബാങ്കിന് ശേഷമുള്ള ദുആക്ക് ഉത്തരമുണ്ട്, നിസ്കാര ശേഷമുള്ള ദുആക്ക് ഉത്തരമുണ്ട്, മഴ പെയ്യുന്ന നേരത്തുള്ള ദുആക്ക് ഉത്തരമുണ്ട്, ഇൽമിന്റെ മജ്ലിസിന്റെ ദുആക്ക് ഉത്തരമുണ്ട്, സദഖ കൊടുത്ത ദുആക്ക് ഉത്തരമുണ്ട്. അങ്ങനെ പല വേളകളും ദുആക്ക് ഉത്തരമുള്ള വേളകളുണ്ട്. ആ സമയങ്ങളെല്ലാം ദുആ ചെയ്യണം. അല്ലാഹു നമ്മെ ദുനിയാവിലും ആഖിറത്തിലും സലാമത്താക്കട്ടെ. അല്ലാഹുവിനോടുള്ളതെല്ലാം കൊടുത്തു വിട്ടുക. നേർച്ചകളെല്ലാം റബ്ബുമായി ബന്ധപ്പെട്ട നേർച്ചകൾ. നേർച്ചലമൊക്കെ സുഖായെങ്കിൽ ഖാജൂർ മക്കാമിലേക്ക് പോയി ആട് അരി സുഖായ പിന്നെ ആയുമില്ല, ആടുമില്ല, കോയില്ല, കോയിന്റെ മുട്ടയുമില്ല പോ അല്ലെ. പിന്നെ ഓർമ്മയില്ല. പിന്നീട് ഒരു പാമ്പിന്റെ കിനാവ് കണ്ണം കേൾക്കുന്ന ഉസ്താദ് പാമ്പിന്റെ അല്ല കിനാവ് കണ്ണി എന്ത് പ്രശ്നമുണ്ടാ? അപാരങ്ങൾ ചെന്ന് നേർച്ച മിറ്റ് ബാക്കിയുണ്ട്, നേർച്ച ഉണ്ട്, ഹാജൂർക്ക് വെച്ചതുകൊണ്ട് കൊടുത്തിട്ടില്ല, കൊടുക്കല. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ ചെല്ലി ഞാൻ ഒരാളോട് ചോദിച്ച് നേർച്ച നിങ്ങൾ ബാക്കിയുണ്ട് ഉസ്താദ്. എന്ത് നേർച്ച? കിടാക്കായെങ്കിൽ അജ്മീർക്ക് പോയിട്ട് കിടാവിനെ വിളിച്ചോണ്ട് പോന്നിട്ട് നീയത്താക്കി. എന്താ ആയിട്ടില്ല ആയിന് ഉസ്താദ്, അപ്പൊ വേഗം പോയിട്ട് വരും അജ്മീർക്ക്. ഇപ്പൊ പോന്ന പോലെ ഇല്ല. ഇപ്പൊ ഞാൻ വെച്ചാൽ കിടാവിന് കഴിയുന്നില്ല. ഇല്ല ഉസ്താദ്, ഓൻ ഗൾഫിലുണ്ട്. കിടാവ് പോയിട്ട് ഗൾഫിലേക്ക് എത്തി. എന്താക്കിയിട്ടില്ല? കിടാവ് ആയെങ്കിൽ അജ്മീർക്ക് പോകുന്ന കിടാവിനെ എടുത്തോണ്ട് ഇപ്പൊ എന്നെ കൊണ്ടുപോയെങ്കിൽ ശരിയാവോ? കിടാവിന്റെ ഉപ്പായിട്ടായി ഓനെ കൊണ്ടുപോയിട്ട് ഇരുന്നോളൂ അജ്മീർക്ക് അല്ലെ. അങ്ങനെയുള്ള ഖാജൂർക്ക മക്കാമിലൊക്കെ മഹാൻ നേർച്ച വെക്കുന്ന ആളെല്ലാം ഉണ്ട്. നേർച്ച വെക്കുന്ന തന്നെ ബറാബർ. പെണ്ണുങ്ങല പൊന്നല്ല നേർച്ച വെക്കുന്നത്. ജാഗ്രതാക്കി. 1,00,000 എത്ര? 8,000 രൂപ. അന്തം കൊണ്ടില്ലാതെ പോയോണ്ട് പൊന്നിന്റെ വില. നേർച്ച ഒന്നാ വെക്കണ്ട, വെള്ളി വെക്കി നേർച്ച മഹറും. ബാലക്കാരെല്ലാം നെഞ്ഞിൽ കൈവച്ചിട്ട് ആലോചിക്കുന്നത് എന്താക്കുന്നത്. ഇതിടക്കൊറ്റ ഞെല്ലി പൊന്നിന്റെ വീഡിയോ ഫോട്ടോ എടുത്തിട്ട് 1 ഗ്രാം കോപ്പിയാക്കുന്ന 6,000 രൂപക്കാണ്. അല്ല വെച്ച പോലാണ്. അർജന്റീന ഒരു ടെസ്റ്റ് കന്ന് കൊണ്ടുപോയാലാണ്. പിന്നെ പാലക്കാർ യൂസാക്കിയിരുന്നവാ മര്യാദ പോവും. നാളെ ഇളക്കിയിട്ട് പോവും. ഞാൻ എൻഗേജ്മെന്റ് ആയിട്ട് മംഗളത്തിന് 4 ഉണ്ടാകുമ്പോൾ പോയി ഐഫോൺ തന്നിട്ടില്ല. എല്ലാം കോപ്പിയോ ഒറിജിനലോ എല്ലാം റെഡിയാക്കി വെച്ചോളി മംഗലാണോന്നുണ്ടെങ്കിൽ. ഒരുത്ത ലണ്ടനിലേക്ക് പോയ ഫോട്ടോയിൽ എപ്പോഴും ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്ന ലണ്ടനിലുണ്ട്, ആടെ ഉണ്ട്, കൂടെ ഉണ്ട്. ഒരൊക്കെ കേട്ട് ഓടക്കി ഇത് നീ എപ്പോ പോയാന്ന് പോയിട്ടില്ല ഉസ്താദെ. പിന്നെ ഇപ്പൊ മംഗല പൊതു നോക്കിക്കൊണ്ട് ഇപ്പോഴെ സെറ്റാക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ലണ്ടനിൽ അല്ല അങ്ങനെല്ലാം പോയോണ്ടെങ്കിൽ പെണ്ണ് മക്കൊന്ന് സ്റ്റോറി ഇതെല്ലാം നോക്കിയിട്ട് വന്നിട്ടു ഇതടി ചുറ്റുന്ന കാര്യമല്ല ഇഷ്ടമുണ്ട് എന്നെ കൊണ്ടുപോകല്ലേ ഒത്തങ്കായില്ലേ. ഗലാട്ടായി പഞ്ചാധികാരി തലാക്കലേക്ക് എത്താൻ പോയിട്ട് അവനോട് കേട്ടി എന്താ വിഷയം നോള് പറഞ്ഞ് മംഗലായിട്ട് ഊട്ടിക്കൊണ്ടുപോകാൻ ചെല്ലി, കാശ്മീരത്തെ കൊണ്ടുപോകാൻ ചെല്ലി, അവിടേക്കെല്ലാം കൊണ്ട് അങ്ങനെ ചൊല്ലി ഇങ്ങനെ ചൊല്ലി മംഗലായിട്ട് മടിക്കായിരിക്കും കൊണ്ടുപോയിട്ടില്ല. ആ വലായിട്ട് ഗലാട്ട ഞാൻ എല്ലാവരോട് ചെല്ലിട്ടായിനി എന്നെല്ലാവരോട് കേൾക്കുന്നത് എപ്പോ പോന്നേ മോൻ ചെന്ന നീ ഗടിപിടിയാക്കണ്ട, ഏതായാലും കുറച്ച കയ്യട്ടി ഇപ്പൊ ക്ഷീണല്ല മാറട്ടെ. കൊല്ല രണ്ടായി ഇന്നോളം ക്ഷീണം മാറിയിട്ടില്ല അല്ലെ, കൊണ്ടുവന്നില്ല. ലാസ്റ്റ് ഓൻ ചെല്ലി ഓനോട് കേട്ടപ്പോൾ ലാസ്റ്റ് നീ ചെല്ലൊക്കാന്ന്. അപ്പൊ ചെല്ലി ചെല്ലൊക്കുസ്താൻ എന്റെ ചെല്ലിട്ടില്ലെങ്കിൽ എന്റെ ഷങ്ങായിക്ക് എൻഗേജ്മെന്റ് ആയിട്ട് കൊണ്ടുപോലായിട്ട് നമ്മൾ തപ്പിച്ചിരി ഇവള് തപ്പിക്കണ്ടായിട്ട് ഞാൻ ചെല്ലി എങ്ങനെ അള്ള വെച്ച പോലെ മംഗലായ പിന്നെ നോക്കാന്ന് ചെല്ലി ഓള് കേട്ടോടൊക്കെല്ലാം കൊണ്ടുവന്നേ ചെല്ലി അതല്ല മോശം ഇല്ല എന്ന് ചെല്ലി. ഇപ്പൊ ഇന്ന് കൊണ്ടുപോകാനാ കയ്യിൽ പൈസ ഇല്ല, കടന്നെ കുറെ ഉണ്ട്, ഇപ്പൊ അവിടെ കൊണ്ടുവന്നേ. ഇങ്ങനത്തെ പരിസ്ഥിതി ഏതുവാകട്ടെ അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. എല്ലാ അമാനത്തുകളും പൂർണ്ണമായി വീട്ടുന്നവരാവുക. പിന്നെ അടിമകളുമായിട്ടുള്ള അമാനത്തുകൾ, അത് കടമാണെങ്കിലും ശരി, അത് വാക്കാണെങ്കിലും ശരി, അത് പണമാണെങ്കിലും ശരി, ചെറിയ വിഷയമാണെങ്കിൽ പോലും ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞാ കഴിവുണ്ടാഞ്ഞിട്ട് ചെയ്യാതിരിക്കരുത്. ഞാനത് തരാന്ന് പറഞ്ഞാ പിന്നെ തരാതിരിക്കരുത്. ചില ആളെ പറയൂ മംഗലടുത്തേക്ക് എത്തുമ്പോ ഒന്ന് ഓർമ്മയാക്കി ഇൻഷാ അല്ലാഹ്. ആസ വെച്ചിട്ടേ ഉള്ള മംഗലടുത്ത് വരുമ്പോ ഒരു ഫോണങ്ങ് തരാതിരിക്കല്ല. ഏതെല്ലാം ആയിട്ടം നോമ്പിൽ പോയിട്ടാ മോൻ നീ ഇപ്പഴാ വരുന്ന എല്ലാം കൊടുത്തിട്ട് ഇന്നലെയൊക്കെ കണക്കല്ല തീർത്തിട്ടായി. ഇന്നലെ വന്ന് ഞങ്ങൾ സുബൈക്ക് വന്ന് ഞങ്ങൾ ഇട്ടി എന്നിട്ട് കൊടുക്കാനാ അല്ല, ആളുകളെ ആഗ്രഹിപ്പിക്കുകയാണ്. പറഞ്ഞ വാക്ക് അമാനത്തായി ബാക്കിയാകുന്നു. കടം വാങ്ങിയത് കൊടുക്കാതിട്ടുണ്ടെങ്കിൽ അതവിടെ ബാക്കിയാണ്. പറഞ്ഞ വാക്ക് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അതും അമാനത്താണ്. അത് വീട്ടാത്ത ആളുകളില്ലേ നാളെ മശ്ശറയിലേക്ക് എത്തുമ്പോ കടം വാങ്ങിയിട്ട് കൊടുക്കാത്തവർ സ്വർണം ഉമ്മമാരെ ആർക്കും കട കേട്ടെങ്കിൽ പൊന്നെന്ത് കൊടുത്തിട്ടുണ്ടാവാ. ഞാനത്തിൽ കലാട്ടെ പൊന്ന് കൊടുത്ത് റിട്ടേൺ വരുമ്പോ കോപ്പി 1 ഗ്രാം വന്നിന് അതിന്റെ നേരെ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനത്തെ എല്ലാം നടന്നുകൊണ്ടുണ്ട്. പക്ഷെ ജാഗ്രതയായി
ബാക്കിയാക്കിക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമാനത്തുകൾ, കടം, ചെറിയ ചെറിയ കടം, വലിയ വലിയ പൈസക്കാരെല്ലാം ഉണ്ടാവും. ശിക്ഷനോട് പറയും 50 ഉറുപ്പ നീ പോ, ഞാൻ നിങ്ങൾക്ക് ഫോൺ പേ ആക്കുന്നേന്ന്. മോൻ പാപ്പ കാലത്തതിന്റെ 12 മണിക്ക് ഫസ്റ്റ് കിട്ടിയ ഓൻ്റെ ഫോൺ പേ. ഇനി വളക്കിയെങ്കിൽ ഓനെ ഒരളക്കാനുമല്ല ആയ ഫോൺ പേ ശുദ്ധിയില്ല. പിന്നെ അല്ലേ ചില രക്ഷക്കാരുകൾ ആണുങ്ങ പിന്നെയും തരുന്നു ഉസ്താദെ, പെണ്ണുങ്ങ ചെന്ന ഫോൺ പേ ആക്കടായിട്ട് പോയെങ്കിൽ ഫോൺ പേ ഇല്ല എന്തുമില്ല അല്ലെ. ഇപ്പൊ 2000 രൂപ വന്നിട്ടും അയക്കുന്നില്ല, മീനപ്പ അയക്കുന്നത് അല്ലെ. പെണ്ണുങ്ങൾക്ക് വരുന്നില്ല 2000 രൂപ. ഏതാണെങ്കിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ കടമാണെങ്കിലും ശരി, മങ്ങലെല്ലാം കഴിഞ്ഞു. കോയിന്റെ ഓനിയും പന്തലിനോനിയും പൈസ കൊടുക്കാനില്ല. ഇടാറുണ്ടോ പന്തല്ലൂർ? ഇല്ല. പന്തലുകാരന് ലാസ്റ്റ് ആ ബാക്കിയാണ് ഓറന്നെ പന്തലുകാർ പോയിക്കാർ, പിന്നെ അരി സാമാനത്തിന്റെ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം പൈസ ആവരുത്. കടമാക്കാം, കടം കൃത്യസമയത്തിനാക്കാം, പറഞ്ഞ വാക്ക് തെറ്റിക്കാതെ കൊടുക്കാം. അങ്ങനെയാണ് കടം പൂർണ്ണമായിട്ട് വീട്ടണം. നീ വീട്ടാരെ മരിച്ചുപോയി, ഹക്കടപാട് ബാക്കിയായി, അമാനത്ത് ബാക്കിയായി, ഏത് ബാക്കിയാണെങ്കിലും അള്ളാഹു പറയുകയാണ് മശ്റയിലെത്തുമ്പോ നീ വീട്ടാതെ ബാക്കിയുള്ളതെല്ലാം ഇവിടെന്ന് വീട്ടണം. അവൻ പറയാണ് യാ റബ്ബ്, അല്ലാഹുവേ ദുനിയാവ് കഴിഞ്ഞുപോയല്ലോ, ഞാൻ എങ്ങനെ വീട്ടാനാണ്, ഞാൻ എങ്ങനെ കൊടുക്കാനാണ്, ഞാൻ എങ്ങനെ അവന്റെ പണം കൊടുക്കാനാണ്, ഞാൻ അവന്റെ പൈസ എങ്ങനെ കൊടുക്കാനാണ്, ഞാൻ എങ്ങനെ അമാനത്ത് വിട്ടാനാ? റബ്ബ് തആല പറയുന്നു, ഇതാ കണ്ടോ നരകത്തിന്റെ അടിയില് നീ അമാനത്ത് അവിടെയുണ്ട്, അത് കൊണ്ടുവന്നിട്ട് ഇവന് നീ കൊടുക്കണം. കടം ബാക്കി വെച്ച് ഭരിക്കുന്നവരെ, പാലിക്കാത്ത വാക്കുകൾ ബാക്കിയുള്ളവരെ, പള്ളിയുടേത്, മദ്രസയുടേത്, മക്ബറകളുടേത്, നാടിൻ്റെത്, കുടുംബത്തിന്റെ സ്വത്ത്, നാട്ടുകാർക്ക് കൊടുക്കാനുള്ളത്, മറ്റെല്ലാം നീ നാളെ ബാക്കിയാക്കിയിട്ട് പോയാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, നീ ഇറങ്ങിയിട്ട് നീ അമാനത്ത് വിട്ടണേ. അല്ലാഹു പറയുമ്പോ എവിടെ? റബ്ബ് തആല പറയാ നീ പൊയ്ക്കോ, നരകത്തിന്റെ അടിയിലുണ്ട്, നരകത്തിന്റെ അടിയിലുണ്ട്. ഭാര്യാനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാ കൊണ്ടുപോകണം, ഉംറക്ക് പോകാന്ന് പറഞ്ഞാ പോകണം. ഉണ്ടാഞ്ഞിട്ട് നമ്മൾ ഇതിന് മുടക്കം കാണിക്കരുത്, ആ വാക്കുകൾ തിരസ്കരിക്കരുത്. ഏതുമാകട്ടെ, അവൻ നരകത്തിന്റെ അടിയിലേക്ക് പോകുകയാണ്. ചുട്ടുപൊള്ളുന്ന പതപതക്കുന്ന കറുകറുത്ത നരകമില്ലേ, ഊക്കിരാലന്നാരി അൽഫസന, 1000 കൊല്ലം കത്തിക്കപ്പെട്ടിട്ട് ചൂട് കളറാ, ചൂടായി ചൂടായി ചുവപ്പ് കളറായി, പിന്നെ 1000 സുമ്മൂക്കിരാലന്നാരി അൽഫസന, അൽഫസന 1000 കൊല്ലം പിന്നെയും ഊതി, തീ വെളുവെളുത്ത തീയായി. സുമ്മൂക്കിരാലന്നാരി അൽഫസന, പിന്നെ 1000 കൊല്ലം നരകത്തിലേക്ക് ഊതപ്പെട്ടു. ഫഹിയ സൗദാ മുദ്ലിമാ, കറുകറുത്ത നരകമാണ്, കറുകറുത്ത നരകമാണ്, ചുട്ടുപൊള്ളുന്ന നരകമാണ്. നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവന്റെ അമാനത്ത് കൊണ്ടുവരാൻ നോക്കുമ്പോ ഫഹിയ അസ്ഫലു മിൻ ജിബാലി ദുനിയാ, ദുനിയാവിന്റെ പർവ്വതങ്ങളെ കാട്ടിയും വലുതാണത്. ഒരു കുന്നിന്റെ അത്രയല്ല. ഇവിടെ കുന്നലുണ്ടല്ലോ അല്ലെ, വലിയ കുന്ന്. എന്ത് പറഞ്ഞ പർവ്വതത്തിന് എന്ത് പറഞ്ഞ? പർവ്വത അല്ലെ, നക്കണിക്കല് ഗുഡ ഒരു ഗുഡയുടെ അത്രയല്ല, ഒരു പർവ്വതത്തിന്റെ അത്രയല്ല, ഒരുപാട് പർവ്വതങ്ങളുടെ അത്രയുമുണ്ട് അമാനത്ത്. ആ അമാനത്ത് കൊണ്ടുവരാൻ പറയപ്പെടുകയാണ്. ആ അമാനത്ത് കൊണ്ടുവരാൻ പറയപ്പെട്ടപ്പോ ആ അമാനത്ത് കൊണ്ടുവരാൻ പറയപ്പെട്ടപ്പോ ആ അമാനത്തിന് വേണ്ടി അവൻ ഇറങ്ങുകയാണ് താഴോട്ട്. അല്ലാഹു തങ്ങൾ ഉസ്താദ് പോയി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. തങ്ങന്മാരെ ഉസ്താദന്മാരെല്ലാം ബഹുമാനിക്കണം, അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ബഹുമാനിക്കുന്നതിന് ഒട്രാസി ബഹുമാനിക്കുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരു തങ്ങള്, നമ്മളെ തങ്ങല്ല, ഒരു തങ്ങ പൊരകുടിക്കെല്ലാം പോയല്ല, പൊരകുടിക്ക് ചില ആൾക്ക് അങ്ങനെ ഉണ്ട്. മംഗലത്തിന് തങ്ങാണോ, പൊരകുടിക്ക് തങ്ങാണോ, പൊരകുടിന്റെ അന്ന് പിറ്റുന്ന പാട്ട് പാടാൻ തങ്ങ വേണ്ട. മംഗലത്തിന്റെ ഒരു നമ്മിനെ അറബിക്കണയിട്ടാക്കുമ്പോ തങ്ങ വേണ്ട അല്ലെ, വേണ്ട. ഹറാമിനൊന്നും തങ്ങ വേണ്ട. തങ്ങ കുടിയാക്കുന്നു പിറ്റന്നെ സുബൈഖല്ല. ഇന്നലെ തങ്ങ അതുപോലെ സുബൈക്ക് വന്നിട്ട് തഹജ്ജുദിന്റെ നേരത്തെ വന്നിട്ട് ദുആ ചെയ്തിട്ടല്ല പോയി. ആ മോശമല്ല, നല്ല ഖൈർ ബർക്കത്ത്. ഇപ്പൊ വിവാദമായിക്കൊണ്ട് ഉമ്മ കുടിയാക്കണ, തങ്ങ കുടിയാക്കണ, ഉസ്താദ് കുടിയാക്കണ, ഉപ്പ കുടിയാക്കണ. അങ്ങനെ എന്നോട് ഒരാൾ കേട്ടി എന്താക്കണം, ഞാൻ പറഞ്ഞു ആര് കുടിയാക്കിയെങ്കോ ഉമ്മാനൊപ്പാനെ പൊര പുറത്തിട്ടുണ്ട് അല്ലെ, കുടിയാരാക്കിയെങ്കോ ലാസ്റ്റ് ഉമ്മാനൊപ്പാൻ എന്താക്കിஇருந்தா പൊരന്ന് പുറത്താക്കിയിട്ടില്ല അങ്ങ് മതി. പിന്നെ ഒന്നെന്താ ചാക്കണം എപ്പായങ്ങ് ഉമ്മാനെല്ലാം കുടിയാക്കുമ്പോ മോശമൊന്നുമില്ല. അപ്പുറത്തെ ഉപ്പായ ഒരു പടുക്കൂസരി, ഒരു പാപ്പത്തിന്റെ മനസ്സ് അവിടെ ഉണ്ട്. ആ മനസ്സിനെ കുറച്ച് ഓർമ്മിച്ചോന്ന് നല്ല. ഉമ്മന്നെ അടിക്കുമ്പോ ഉപ്പാന്റെ കണ്ണ് നിറയാതെ വെള്ളം വരുന്നു.
ഓർക്കൊരാശ എന്നോട് ചെല്ലിറാഞ്ഞ് ഞാൻ കുട്ടി അടിച്ചിട്ടില്ല അങ്ങോട്ടി. ഈ ഉപ്പാന്റെ നെഞ്ചത്തേക്ക് അടിച്ച പോലെ ആ ഉമ്മയങ്ങ് ചെല്ലണ്ടി അജ്ജുമ്മ ഇരിക്കട്ടെ നിന്റെ അബ്ബുണ്ട് അബ്ബട്ടെ ചൊല്ലു. ഈ മക കൊസിയെ കൊസി ഈ വന്ന് സീത വന്നിട്ട് അടിച്ചിട്ട് ഒരേ പോക്ക് ഉമ്മ വേണ്ട എന്നാൽ ഉമ്മ അടിച്ചോട്ട് പറയുന്ന ഞമ്മളും എന്താ ചാക്കണം. ചില ആൾ അങ്ങനെയുണ്ട്, ഉമ്മാക്ക് പൈസ കൊടുക്കും ഉപ്പാക്ക് പൈസ കൊടുക്കാൻ. ഉപ്പാക്ക് 10,000 കൊടുത്താൽ ഉമ്മാക്ക് 5,000 കൊടുത്താൽ മതി. കാരണം പള്ളിക്കും ദർഗാക്കും ആടെ ഇവിടെയും എല്ലാം പോകുന്ന ഉപ്പയാണ്, ഉപ്പാക്ക് കൊടുക്കണം. ഇതിപ്പോ ഉമ്മാന്റെ പേരിൽ എല്ലാവരും ചൊല്ലിട്ടുണ്ടല്ലേ, ഉപ്പാക്ക് ബലെണ്ണില്ല. പോ ബേസായ ഉപ്പല ആർക്കും വേണ്ട. അത് ഏതുവാകട്ടെ, ഉമ്മ അടിച്ചാലും ഉപ്പടിച്ചാലും വിരോധമല്ല, തങ്ങളടിച്ചെങ്കിൽ ഉസ്താദ് അടിച്ചെങ്കും ആവും, ആരടിച്ചാലും വിരോധമല്ല. ഉമ്മല്ലാത്ത വീടോ ഉപ്പല്ലാത്ത വീടോ ആകരുത്. അള്ളാഹു നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മരിച്ചുപോയ ഉമ്മക്ക് വാപ്പക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇതോട്ട് പരിപാടിക്ക് പോയി, ആടുന്ന് വന്നല്ലേ, പരിപാടിക്ക് പോയിട്ടാകുമ്പോ ഫസ്റ്റ് പോയി തങ്ങ കത്തിച്ച് ഗ്യാസ് കത്തിച്ച് കുറച്ച് കഴിയുമ്പോൾ അപ്പം ചെല്ലി ഓപ്പൺ ഇപ്പുറത്തെ നടുവിലുണ്ടല്ലോ വേറെ കിച്ചൺ, സൈഡിൽ അഗ്നിമൂലന്റെ കിച്ചൺ വേറെ ഉണ്ട്. ഇത് റൗണ്ടിൽ ഇപ്പുറത്തെ ഒരു ജാഗയിൽ വേറെ റൗണ്ട് ആക്കിയിട്ട് ആടെ ഒരു കിച്ചൺ ഉണ്ട്, അതിലും കത്തിച്ച് പോ. അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തേക്ക് തങ്ങളരി പരക്ക് ഞങ്ങൾക്കല്ല വിറവിന്റെ അടുപ്പൊന്നാക്കി തങ്ങനെ ഉദ്ഘാടനം അതും കത്തിച്ച് തങ്ങ മൂന്നാമത്തായിട്ട്. അതെല്ലായിട്ട് അയാൾ ചെല്ലിയല്ല തങ്ങളെ മണ്ടന്റെ അടുപ്പുണ്ട്. ഏത് മണ്ടന്റെ അടുപ്പ്? കക്കൂസ് അടുപ്പിനപ്പുറം പുറത്ത് കൊട്ടിലിട്ടിട്ട് തങ്ങ ചെല്ലിയ തൈരുന്നു അല്ല കാത്ത് തണ്ണി ചൂടാക്കി തങ്ങളോട് ധരിപ്പിക്കാത്തത് കുളിക്കാൻ. ഇങ്ങനത്തെ എല്ലാ ബഹുമാനം ഒട്രാസി ആര് തങ്ങാൻ ഇപ്പൊ മണ്ടന്റെ അടുപ്പ് കത്തിക്കാനും തങ്ങ അങ്ങനെയൊന്നുമില്ല. അള്ളാഹു നീ ഖൈർ നൽകണേ അല്ലാ. ഒരുത്തന്റെ ബഹുമാനം എന്നല്ല പറയുന്നത് ഒട്രാസി ബഹുമാനിക്കുന്നു. തങ്ങൾക്ക് ഒരുത്തിൽ ഞാൻ പൊണ്ടത്തിന്റെ വെള്ളം കൊടുക്കുമ്പോ തങ്ങളൊക്കെ ഉള്ള ഒരാൾ ചെല്ലി യാർ പൊണ്ട തങ്ങ കുടിക്കലേ ഇല്ല. ഞാൻ അപ്പുറം വെച്ച് എന്താക്കും തങ്ങ പൊണ്ട കുടിക്കുന്നില്ല. അങ്ങനെ എന്താക്കുന്നത് ഈ തങ്ങളാട്ടി അടങ്ങേറി ഒക്കെയുള്ള ചില മനുഷ്യന്മാർ അങ്ങനെ ഉണ്ടല്ലോ. ചില അടുത്ത് ഡോക്ടർമാർ നല്ല മനുഷ്യന്മാർ, ഈ ഉള്ളേ കളക്കുന്ന റക്കാസിനെ കണ്ടെങ്കിൽ പാർട്ട് പാതിലുണ്ടോ തേച്ച് പോകും. ആ മാതിരി പേടിപ്പിക്കുന്നത് ഈ ഉള്ളേ കളക്കുന്നവരെല്ലാം. തങ്ങ കുടിക്കലേ ഞാൻ അവിടെ വെച്ചു കൊടുക്കാനാണ്. പിന്നെ മെല്ലെ അയാൾ അപ്പുറം പോയിട്ട് അമ്മ മെല്ലെ കാണിച്ചു. പിന്നെ ഇയാൾ ഓർ പിന്നെ പിത്തനാക്കി ഒന്നും പേടിയാന്നില്ല. അപ്പുറം എന്ത് നട്ട് ഇളനീരങ്ങളെ കൊണ്ടാന്നില്ല. ഒരു ഗ്ലാസ് കുടിച്ചിട്ട് രണ്ടാട്ടി വയ്യൊക്കെ ഒരു ഗ്ലാസ് കുടിച്ച് കുടിച്ചു. അങ്ങനെ ഓരോരുത്തം ബഹുമാനിച്ചിട്ട് തങ്ങൾക്ക് അതാന്നില്ല തങ്ങൾക്ക് ഇതാന്നില്ല ഉസ്താദിന് അത് വേണ്ടാട്ട് ലാസ്റ്റ് പിന്നെ വേണ്ടെന്നില്ല പിന്നെ വേണമെന്നില്ല. ഒക്കുന്നില്ല കൊല്ല പിന്നെ എഴുത്തല്ല. അള്ളാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ. അമാനത്തുകളെല്ലാം വീട്ടണം. അമാനത്ത് ബാക്കിയായി മശ്റയിലേക്ക് എത്തി നരകത്തിലേക്ക് അവനെ താഴ്ത്തപ്പെട്ട് അമാനത്ത് കൊണ്ടുവരാൻ പറയുമ്പോ അവനത് താങ്ങാൻ കഴിയുന്നില്ല. പർവ്വതങ്ങളെ പോലെ പടുകൂറ്റൻ പർവ്വതങ്ങളെ പോലെ വലിയ വലിയ പർവ്വതങ്ങളായി അവനെ ഏറ്റിട്ട് അവന്റെ പുറത്തതിനെ തലയിലും മറ്റൊക്കെയായി മുകളിലേക്ക് വരുമ്പോ അവൻ താഴോട്ട് വീഴുന്നു. പിന്നെയും അടുത്ത് മുകളിലേക്ക് വരുന്നു. ഒന്ന് രക്ഷപ്പെടാൻ ഇല്ല സത്യമാകുന്നില്ല. അവസാനം അവൻ നരകത്തിന്റെ അടിത്തട്ടില് അവനങ്ങ് കരിഞ്ഞു പോവുകയാ. അതുകൊണ്ട് അമാനത്ത് വീട്ടണേ, കടങ്ങളെ വീട്ടി തീർക്കണേ. ആളുകൾക്ക് കൊടുക്കാനുള്ളത്, ആളുകളോട് പറഞ്ഞിട്ടുള്ളത് എല്ലാം നീ പൂർണ്ണമായി വീട്ടുന്നവനാകണേ. മൂന്നാമത്തെ നരകത്തിന്റെ കടമ്പ അവിടെ ചോദിക്കുന്നത് കുടുംബമാണ്. അലാ സിലത്തുർ റഹീം, നീ കുടുംബബന്ധം പുലർത്തിയോ? പെങ്ങളെ സ്നേഹിച്ചുവോ? എളാപ്പയെ നോക്കിയോ? എളാമയെ കണ്ടോ? സഹോദരനെ ബഹുമാനിച്ചോ? അളിയനെ സ്നേഹിച്ചോ? എല്ലാം ചോദിക്കുകയാണ്. കുടുംബ സംബന്ധമായ വിഷയങ്ങൾ എന്ന് പറഞ്ഞാ കുടുംബക്കാരന്റെ പുരയിൽ പോയിട്ട് അനാപ്പോസരിക്കണോന്നല്ല, ഇഷ്ടപ്പെടാത്തടുത്ത് പോയി കുത്തിരിക്കണോന്നല്ല, തിരിഞ്ഞു നോക്കാത്തവരുടെ അടുത്ത് പോയി യാചിക്കണമെന്നല്ല, ഒന്നുമല്ല. നമ്മെ സ്വീകരിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, നമ്മെ ഇഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, നമ്മെ കേൾക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവിടെ പോകണം, കാണണം, ആരംഭിക്കണം, അവരെ ആശ്വസിപ്പിക്കണം, പെങ്ങന്മാരെ സഹായിക്കണം, ആങ്ങളമാരെ സഹായിക്കണം, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ എല്ലാവരെയും ഇഷ്ടം വെക്കുന്നവരാകണം. ഏറെക്കുറവുകളുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാ. നാലാമതായി ചോദിക്കുന്നത് നരകത്തിന്റെ നാലാമത്തെ വാതിൽക്കലെത്തുമ്പോ അവിടെയുള്ള മാലാഖമാർ അവനോട് ചോദിക്കുന്നത് ബിറുൽ വാലിദൈൻ, നിന്റെ ഉമ്മയോട് ഉപ്പയോട് നീ അവർക്ക് ഗുണം ചെയ്തു പോയോ? ഉമ്മാക്കും ഉപ്പാക്കും ഗുണം ചെയ്യാത്തവർ അവൻ അങ്ങോട്ട് കടന്നു പോകാനാകില്ല. എത്ര വലിയവനാവട്ടെ, വലിയ ആള് വരുന്നു, ആബിദ് വരുന്നു, ബിഅമലി അൽഫി സിദ്ദീഖ്, 1000 സാലിഹീങ്ങളുടെ അമലുകളുമായി വരുന്നു. വകാന അഖല്ലി വാലിദൈ, നല്ലൊരു ആബിദ, നല്ലൊരു മനുഷ്യനാ.
ഉമ്മയടങ്ങേറാക്കിയവനാ, ഉപ്പയെ കരയിപ്പിച്ചവനാ. അവന്റെ എല്ലാ നിസ്കാരങ്ങൾ, അവന്റെ ഒരുപാട് നോമ്പുകൾ, അവന്റെ ഒരുപാട് സദഖകൾ ഇല്ല ഇല്ല, റബ്ബ് തആല അവനിലേക്ക് നോക്കുന്നില്ല, അവന്റെ അമലിലേക്കും നോക്കുന്നില്ല. അവന്റെ ഒന്നും റബ്ബിന് വേണ്ട. കാരണം എന്തെന്നറിയോ? ഉമ്മാനെ വെറുപ്പിച്ചിട്ട് ഉപ്പാനെ കരയിപ്പിച്ചിട്ട് എന്ത് നന്മ ചെയ്താലും റബ്ബുൽ ഇസ്സത്തിന് അത് വേണ്ട. അല്ലാഹ്ക്ക് വേണം. ആരുടെ ഉറുപ്യ കൊടുത്താലും മതി, കുറച്ച് നിസ്കരിച്ചാലും മതി, ഉമ്മാന്റെ പൊരുത്തമുണ്ടാകണം, ഉപ്പാന്റെ പൊരുത്തമുണ്ടാകണം. ഇല്ലാത്തവർക്ക് സ്വർഗമില്ല കേട്ടോ. സ്വഹാബിയാണെങ്കിലും ശരി, വലിയാണെങ്കിലും ശരി, തങ്ങളാണെങ്കിലും ശരി, ഉമ്മയുടെയും ഉപ്പാടെയും പൊരുത്തമില്ലാത്തവനാരോ അവർക്കാർക്കും സ്വർഗമില്ല. അവരെ നരകത്തിലേക്ക് പിടിച്ചെടപ്പെടുകയാണ്. നാലാമത്തെ നരകത്തിന്റെ വാതിലിൽ ചോദിക്കുന്നത് അതാണ്. പിന്നെയുണ്ട് ഉമ്മയെ ചിരിപ്പിച്ചവർ, ഉപ്പാനെ ചിരിപ്പിച്ചവർ. അവർ നാളെ മശ്റയിലേക്ക് വന്നാൽ ഒരു ഉമ്മ ഒരു ദിവസം മോനെ കൊണ്ട് ചിരിച്ചു പോയാ, ഉമ്മാനല്ലേ ചിരിപ്പിക്കണം. തമാശ പറഞ്ഞിട്ടാണെങ്കിലും ശരി, എന്തെങ്കിലും തമാശ പറയാം ഉമ്മാന്റെ അടുത്ത്, ഉപ്പാന്റെ അടുത്ത് തമാശ പറഞ്ഞിട്ടെങ്കിലും ശരി. നാളെ പോയി ഉമ്മ കിടന്നിട്ടാകുമ്പോ ഒരു ചിക്കിളിയാക്കണ്ട. ചിക്കിളിയാക്കുന്നതിനോട് എന്ത് പറഞ്ഞ ചിക്കിളില്ലേ? ചൊക്ലീനാ ഇല്ല ചിക്കിളിയാക്കടാ. ഉമ്മാക്ക് ഒരു ഉസ്താദ് ചെല്ലിന് ഉമ്മാനെ ചിരിപ്പിക്കണം, എന്നിട്ട് പാതിരാക്കി അണിച്ചിട്ട് ചിക്കിളിയാക്കി അഡ്രസ് ഇരിക്കല. ഇപ്പൊ തന്നെ നമ്പാനും വന്നില്ല. ഞാൻ ഒരുപാട് സൈത്താന് പിടിച്ചിട്ട് എന്തെന്ത് ഇസ്മാക്കിയും സൈത്താന് പോകുന്നില്ല. ഞാൻ 2 മണിക്ക് വെച്ചിട്ട് 2 മണിക്ക് വെച്ചിട്ട് യോർ എന്തെന്താക്കി 1.5 കൊല്ലം ഇസ്മാക്കി. പോണ്ടേ സൈത്താൻ പോണ്ടേ? പോകുന്നില്ല. ായിട്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഞാൻ പറഞ്ഞോട്ട് സൈത്താൻ ചിലപ്പോ മറ്റേ സൈത്താൻ അവൻ ചാൻസ് ഉണ്ടെന്നെല്ലാം ചെലിട്ട് കൊടുത്തിട്ട് അയാൾ പോയിട്ടാകുമ്പോൾ അയാൾ ഫസ്റ്റ് റൂമിൽ ബന്ധാക്കി ഞാൻ ചെലിട്ട് കൊടുത്തിനോട് ഇങ്ങനെയൊക്കെ അയാൾ കേട്ടല്ല, കറക്റ്റ് കേട്ടു. നേര് ചൊല്ലണം. ഇപ്പൊ ഇതൊരു സൈത്താന് ബാത്തിലാക്കുന്ന ഒരു പണി ഞാൻ എടുക്കുന്നത്. ഇത് എടുത്തുനിന്ന് കണ്ടെങ്കിൽ നിനക്കാരെല്ലാം ഒരു ചെറിയ ഇക്ലീസ് ഫിർസെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ പൊട്ടു. പിന്നെ നിനക്ക് എന്ത് കിട്ടാല? നീ പണിയെടുക്കുന്നതിന് മുന്നേ ചൊല്ലണം ഉണ്ടായില്ലേ. ഓക്കെ ഇത് ഒട്രാസി പേടി അവനും തുടങ്ങി. ഇത് എന്നിട്ട് ഓള് മെല്ലെ ചെല്ലി ഒക്കുന്നില്ല. അവളോട് കേട്ടാലേ ഒക്കെ നീ കൂക്കിലിടുന്നതിന് കറക്റ്റ് 2 മണിക്ക് വെച്ചിട്ട് കൂക്കിലിടുന്നത്. ഓർക്ക് ഉറക്കില്ല, ടെൻഷനും ബേജാറും. ലാസ്റ്റ് അവളോട് ചെല്ലാ നിങ്ങൾക്ക് ഉറുക്കല്ല തരുന്നത്, ഇതിലെല്ലാം പോവും. പുതിയ പിള കിട്ടും. നീ കൂക്കാൻ കായല, കൂക്കിലിടാൻ കൂക്കിലിട്ടാൻ ബുദ്ധിമുട്ടാണ്. പുറക്കാർക്ക് അങ്ങനെ ഏത് തങ്ങന്മാർ വന്നവരിലെ കൊച്ചാൾ ചെന്നാണ് റുവാന്റെ ഉപദ്രവം ഉണ്ടോ? പിന്നെ ഇല്ല കറക്റ്റ് 2 മണിക്ക് വെച്ചിട്ട് കോയി നാക്കുന്നത്. അല്ല ഒരു ടൈം ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. ഇതുപോലെ 1.5 വെച്ചിട്ട് എണിക്കുന്നത് കൂക്കിലിടാൻ. പുറക്കാർക്ക് ഒട്രാസി അവരെ നട്ടന്നിരിക്കാൻ വേണ്ടി കൂക്കിലിടുന്നു. ഏതുമായിട്ട് കൂക്കളിലിട്ട് ലാസ്റ്റ് ആൾ ചെല്ലി നിങ്ങൾക്ക് ആ ചക്കനെ ഞാൻ കിട്ടുന്ന പോലെ ആക്കുന്നത്. നീ കൂക്കിലിടങ്ങാല്ല. ഈ ഒട്രാസ് ഇയാൾക്കോട് കൂക്കിലിടുന്ന എന്താകണോ? തങ്ങൾക്ക് കുറെ ആൾ ഒരു ചെല്ലനാണ് 1.5 വർഷമായിട്ട് എന്തൊരു സമാവില്ല. ഒരു വരുന്ന മറന്നങ്ങ് പിറ്റേന്ന് 2 വട്ടം കൂക്കിലിടുന്നോ? ഇത് എടുക്കുന്നത് അങ്ങനത്തെ ഇടങ്ങിയ ഏതുമായിട്ട് ഇയാൾ പോയി തല്ല നിങ്ങൾക്ക് അത് കിട്ടും. നീ മുണ്ട സൈലന്റ് ആയി തിരിക്കണം, എല്ലാം കറക്റ്റ് ആവുന്നില്ല ചെല്ലിട്ട് അയാൾ തങ്ങാൻ ചെല്ലാല. മങ്ങാലെല്ലാം എടുക്കുന്നെങ്കിൽ അവിടെ ഒന്ന് കേട്ടോളി, ജാഗ്രത ആയിക്കോളി. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളി. അല്ല ഹൈറിലാക്കട്ടെ. ഒരു ഉക്ക് കൊടുത്തിന് ഇങ്ങനെ അവള് കൂക്കിലിടല. അന്ന് പോയ കൂക്കുളി ഇന്നോളെ വന്നിട്ടില്ല. എന്തേ ശരിയായി ഓക്കെ ശരിയായി ഓക്കെ ഇത് കിട്ടുന്ന സംഘച്ചല്ല. ഇത് ഉറുക്കിട്ട് നിങ്ങൾക്ക് അവൻ തന്നെ കിട്ടുന്നതിലും സമാധാനാക്കിട്ട് വന്ന് കൂക്കളില്ല. ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾ നാളെ ഉമ്മാനെ ചിരിപ്പിക്കണം, ഉപ്പാനെ ചിരിപ്പിക്കണം പോയിട്ട് പാതിരാക്കണിച്ചിട്ട് മെല്ലെ പോയാൽ ഉപ്പന്നിരിക്കും. എന്തോ എന്നെ കൊണ്ട് എബെട്ടിടിച്ചിട്ട് എന്റെ ജാഗയിൽ എടുക്കുന്ന എന്താ ജോൻ ചിരിപ്പിക്കുന്ന മുണ്ടിരി അടുപ്പിച്ചാൽ മതി, തൊട്ടിലെല്ലാം ചിരിപ്പിക്കണ്ട. ഏതാണെങ്കിലും ഉമ്മ ചിരിച്ചു പോയാൽ, ഉപ്പ ചിരിച്ചു പോയാ ഉമ്മയുടെ ഒരു ചിരി കൊണ്ട് കിട്ടുന്നത് എന്താണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഇല്ലാ ഗഫറല്ലാഹു ലഹു നിന്റെ ഉമ്മ നിന്നെ കൊണ്ട് ചിരിച്ചുവോ, നിന്റെ ഉപ്പ നിന്നെ കൊണ്ട് ചിരിച്ചുവോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ബിറുൽ വാലിദൈൻ, ഉമ്മാക്കും ഉപ്പാക്കും ഗുണം ചെയ്യാത്തവർ 4ാമത്തെ ഡോറിലൂടെ നരകത്തിലേക്കാണ്. 5ാമത്തത് അലാഹിഫുൽ ലിസാൻ, 5ാമത്തെ കടമ്പയിൽ അവിടെ ചോദിക്കുന്നത് നാവിനെ പറ്റിയിട്ടാണ്. നമ്മുടെ നാവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്.
ചോദ്യങ്ങളാണ്. പഞ്ചാധിക വിസയ ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ സംസാരം സൂക്ഷിക്കണേ. അക്സറുന്നാസി അസാബൻ യൗമൽ ഖിയാമ അക്സറുഹും കലാമൻ ഫീ മഅസിയത്തില്ലാഹ്. ധാരാളം സംസാരിച്ച ആളുകൾ, ഒരുപാട് മുണ്ടുക എന്ന് പറഞ്ഞാൽ പഞ്ചാധിക പെണ്ണുങ്ങൾക്കല്ലാതെ ഭയങ്കര ഇഷ്ട. എല്ലാം കേൾക്കണോ മുണ്ടണോ ഫോണാക്കി അങ്ങനെ ദാള് എന്ത് കറി എന്നിട്ടല്ല ദാളുക്ക് എന്തൊരു ഇട്ടേന്നിട്ടല്ല ദാളുക്ക് ഇന്നതല്ല ഇട്ടണി നല്ല ഇടാന്ന് പെണ്ണുങ്ങൾ ഓരനാക്കിയ പെണ്ണുങ്ങളോട് കേട്ടും കൂടെ നല്ല ഇട്ടില്ലാന്ന നല്ല ഭാര്യയുടെ ഇഷ്ടമായി എങ്ങനെ ഇതെല്ലാം കേൾക്കണു. അങ്ങനെ ചോദ്യം പാടില്ല. കണ്ടാലോട് എന്തെല്ലോ ചോദിക്കുക. സംസാരങ്ങൾ കുറച്ചവനാണോ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖദ് കാന ബഅദുൽ ഖായിഫീന ഇദാ അസ്ബഹ അഖദ ലൗഹം വദവാ. രാവിലെയായ മഹാന്മാർ സ്വാലിഹീങ്ങളിൽപ്പെട്ടവർ സുബഹിയായ ഒരു പലകെടുക്കും. ഒരു റീപ്പ് പണ്ടല്ല റീപ്പിൽ പലകളിൽ എഴുതിക്കൊണ്ടായത്. പലകയെടുക്കും, മഷിയെടുക്കും, പെണ്ണെടുക്കും എന്നർത്ഥം. ഇതെടുത്തിട്ട് അവരത് എന്ത് ചെയ്യുക എന്നറിയോ? ഇന്തകല്ലമ കലിമ ഫകതബാ. അവർ സംസാരിച്ചാൽ അത് എഴുതിയെടുക്കുകയാണ്. സുബൈ തൊട്ടും മിണ്ടിയത് പളക്ക പറഞ്ഞതല്ല എഴുതി വെക്കര്, എല്ലാം എഴുതി വെക്കുന്നു. ഇതാ സ്വലാത്തുൽ മഗ്രിബി, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ എഴുതിയതിനെല്ലാം ഓതുകയാണ്. ഓതിയിട്ട് ഇരുന്ന് കരയുകയാ. അല്ലാ അല്ലാ, ഞാൻ ഇങ്ങനെ മിണ്ടി, നാ ഇങ്ങനെ പൽക്കറിഞ്ഞ്, ഇങ്ങനെ ചൊന്ന്, ഇതെല്ലാം ആക്കിയേ. അല്ലാ അല്ലാ, നീ മാപ്പാക്കുമല്ല. നാളെ എന്നെ ഹിസാബ് എടുക്കുമ്പോ നീ ഇത് കേട്ടാ ഹിസാബിൽ ഞാൻ തോറ്റുപോവല്ല. റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ കരയുകയാണ്. കരഞ്ഞ് ബോധം കെട്ട് വീഴുകയാണ്. ബോധം കെട്ട് കഴിഞ്ഞാൽ പിന്നെ ബോധം വന്നതിന് ശേഷം അല്ലാ, അറിയാതെ എന്തെങ്കിലും നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് തരണമെന്ന് പറഞ്ഞ് കരഞ്ഞു ദുആ ചെയ്തുകൊണ്ടിരുന്ന മരണം വരെ അങ്ങനെയാണ്. മുണ്ടിയതെല്ലാം എഴുതുന്നു എല്ലാ ദിവസവും. ഞമ്മ മുണ്ടിയതെല്ലാം എഴുതി ഓടെ എഴുതാണ് ജാഗ വേണ്ട അല്ലേ? തിങ്ങളെ ഒരുന്നാത്തത് എഴുതാൻ സാധ്യമുണ്ട്. എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം പഞ്ചാധിക പെണ്ണിങ്ങ പോയിന്നല്ല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായി. അപ്പുറത്തെ പെണ്ണുങ്ങൾ ഈ പെറ്റങ്ങ് ഡെലിവറി എല്ലാം ആയെങ്കിൽ ഈ പെറ്റോളെ ഉമ്മാക്കൊരു ബിർസ വേറെ, അമ്മായിന്റെ ഒരു ബിർസ വേറെ, രണ്ടാൾക്ക് വേറെ ബിർസ. അമ്മായി ചെന്നെ ഐക്യണ്ടാവും. ഐക്യപ്പെട്ട നീ ഫസ്റ്റ് എന്തല്ലോ നിങ്ങൾ തല്ലതായിരല്ലോ 8-10 അല്ല. ഉമ്മ ചെന്നെ ഇല്ല ഓക്ക് ഡോക്ടർ ശരിന് കുറച്ച് സമസ്യ എല്ലാവർക്കും ഉണ്ട്. സമസ്യ നമുക്ക് ഇതന്നെ സമസ്യ. ആര് മർമോളെ കാട്ടിട്ട് അമ്മായി ചെന്ന ഇതേ സമസ്യ ഓളാട്ടി വലിയ സമസ്യന് പറകുണ്ട. ഹോസ്പിറ്റലല്ല കളാട്ടെ അമ്മ ഓർക്ക് രണ്ടാൾക്ക്. ഇനിയിപ്പോ സബൂർ വേണ്ടായിട്ട് പെഞ്ഞായിന്റെ ഉമ്മാനെ നിപ്പിച്ചെങ്കിൽ ഉമ്മയുടെ ഔത്തു. ഇപ്പൊ ഹോസ്പിറ്റൽ എല്ലാം ഒന്ന് ബാത്തൊക്കെ മറന്നിട്ടിട്ട് കൊണ്ട് ഫുൾ ഉൾഗാക്കിട്ട് ചട്നി വിറ്റ്നിയാക്കി വെച്ചത്. നമുക്ക് എന്തോ അത്ര പോലെയല്ല. കാറൊക്കെ പിടിച്ചും പണ്ടും ഇല്ലോ ഓടുന്നു കാർന്ന് ഈ രൂപത്തിലൊക്കെ ആയിപ്പോയി. അങ്ങനെ ആവരുത്. അമ്മായിമ്മയും മരുമക്കളെ ഒരുപോലെ കാണുക. നിങ്ങളുടെ മോളെ പോലത്തെ മോൾ തന്നെയാണ് ആ മറ്റുള്ള നിങ്ങളുടെ മോന്റെ ഭാര്യയും. എല്ലാരോടും കരുണ കാണിക്കുക. അള്ളാഹു ഖൈർ നൽകട്ടെ. വിഷയം പറയുമ്പോ പഞ്ചാധികളാക്കുമ്പോ വളരെ ജാഗ്രതയോടെ ആക്കുക. അങ്ങനെ ആ എഴുതി വെച്ച് കരഞ്ഞിരുന്ന മഹാൻ ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ കാലഘട്ടത്തിലുള്ള മഹാന്മാർ അദ്ദേഹത്തെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിലൂടെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മഹ്ശറിലേക്ക് പോയിട്ട്. അദ്ദേഹം പറയാണ് ജഅലല്ലാഹു മുഹാസബതി ഫിദ്ദുനിയാ ബദലൻ അൻ ഹിസാബിൽ ആഖിറ. ഞാൻ ദുനിയാവിൽ ഓരോ നാളും എന്നെ ഹിസാബ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു എനിക്ക് മഹ്ശറിൽ ഹിസാബില്ല. എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തി. എനിക്ക് അള്ളാഹു സ്വർഗം നൽകി. നാവ് സൂക്ഷിച്ചോ. ആരെയും കുറ്റം പറയണ്ട, ആരെയും കളിയാക്കി ചിരിക്കണ്ട, ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കണ്ട. വല്ലവരും അങ്ങനെ ചെയ്താ അവർക്ക് പുറത്തു കൊടുത്തോ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് ഇതിനിടയ്ക്ക് ഒരു ജാഗയെന്ന് പള്ളിയിൽ ഉസ്താദ് വിടുമ്പോ 6 കൊല്ലം നിന്ന് ഒരു ഉസ്താദ് ഒരു ജാഗയില്ല നമ്മൾ ചങ്ങായി അയാൾ വിടുന്ന സമയത്ത് ഒരാൾ കൈ പിടിച്ചിട്ട് വന്നിച്ചില്ല യാ ഉസ്താദ് എന്തെങ്കിലും ചൊന്നിട്ട് എന്തെങ്കിലും മാപ്പാക്കണം. ഉസ്താദിന്റെ ഭാര്യയും മുട്ടത്തെ ഫിർസത്തിന്റെ ആളയാൾ, ഭാര്യ ബഹുമാനത്തിന്റെ ആൾ. അപ്പൊ അയാൾ ഉസ്താദിന്റെ കേട്ടാൽ എന്തൊരു ചൊന്നാല് എന്തെങ്കിലും നിങ്ങൾ എന്ത് ചൊല്ലോ, നിങ്ങൾ ചൊല്ലൊക്കെ എന്തില്ല അത്ര ക്ലോസ് ഓർ രണ്ടാൾ നിങ്ങൾ എന്ത് ചൊല്ലും. അല്ല ഉസ്താദെ വേറെ എന്തെങ്കിലും ചൊന്നിട്ട് ഇന്നെങ്കിൽ നിങ്ങൾ മാപ്പാക്കണം. അപ്പൊ ഉസ്താദ് കേട്ടില്ല എന്ത് ചൊല്ലുന്നവർക്ക് ചൊല്ലോർ ഇതല്ല പെരുന്നാൻ്റെ 6 കൊല്ലം ഇയാളൊക്കെ തന്നെ ഉണ്ടായ മനസ്സാ. വേറെന്ത് ചൊന്നിട്ടില്ല ഉസ്താദ് പള്ളിയിൽ ഇക്രമേ ഇല്ലാന്ന് ചൊല്ലി. നീ വേറെ നമുക്ക് ചൊല്ലണം. പള്ളിയിലുള്ള ഉസ്താദ് പള്ളിയിൽ ഇക്രമേ ഇല്ലാന്ന് ചൊല്ലി ഈ നാട്ടിൽ വലിയ ആരോപ വേറെ ഉണ്ട്. ആര്
അയാളൊക്കെ തന്നെ ഉള്ള ആൾ ചെന്ന് വേറെന്തെങ്കിലും ചെന്നൊട്ടിക്കല്ല ഉസ്താദ് പള്ളിയിൽ ഇക്രമേ ഇല്ലാന്ന് ചെല്ലി വേറൊന്നും ചെല്ലിയിട്ടില്ല വേറെ ചൊല്ലണം. ചില ആളെ പൊതുവെല്ലാം മുണ്ടുമ്പോ ഞങ്ങൾക്ക് വേണ്ട എന്തേണ്ട് കേക്കണ്ടാന്ന് എന്തേണ്ട് കേക്കണ്ടെങ്കിൽ ഭയങ്കരമായ ആരോപം എന്നെങ്കിലും ഒന്ന് ചൊന്നെങ്കാവും അത് ചൊല്ലല്ലേ ഞങ്ങൾക്ക് ചൊന്ന പാർട്ടിയല്ല. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ നിർത്താൻ പോകുന്നു. ആറാമത്തത് അലാ ഹിഫ്ളുൽ ജാർ, അയൽവാസികളെ പറ്റിയിട്ടാണ് ചോദ്യം. ആറാമത്തെ നരകത്തിന്റെ വാതിലെടുത്തെത്തിയ ഞങ്ങൾ അയൽവാസി അപ്പുറം ഇപ്പുറം ഉള്ള പരക്കാർ ഹിന്ദുക്കളാവട്ടെ മുസ്ലിമീങ്ങളാ ആരാണെങ്കിലും ശരി അയൽവാസികളെ പറ്റി അവിടെ ചോദിക്കുകയാണ്. അയൽവാസികൾ പറയണം നല്ല മനുഷ്യനാണ്, അയൽവാസികൾ പറയണം നല്ല ആളാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. കുടുംബം പോലെ ഒന്നുണ്ട്, അയൽവാസികളോട് കടപ്പാടുകളുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് എപ്പോഴും കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അയൽവാസി ചീത്ത പറയുന്നു, ആക്ഷേപിക്കുന്നു, കളിയാക്കുന്നു. എല്ലാവർക്കും സീർണിണ്ടി നിൽക്കുന്നത് ഞാൻ ചൊല്ലുന്നില്ല, സീർണില്ല ഇന്നില്ല ഉണ്ടാ അധ്യക്ഷരെ ഇല്ല സീനി ലാസ്റ്റ് ഉണ്ടാവും. അല്ലാഹു ബർക്കത്താക്കട്ടെ. ഒരു 10 നിർത്താം, അതിന് കൈയുള്ള ആളൊക്കെ ഇരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ചെറിയൊരു ദുആം കഴിഞ്ഞ് നമുക്ക് പിരിയാം. അല്ലാഹു അനുഗ്രഹിക്കണേ അല്ലാ. എപ്പോഴും കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അബൂ ഹനീഫ ഇമാം തങ്ങളെ പറയുന്നു. ചില ആൾക്ക് അതൊരു കോസി അല്ലെ, ആടയിടല്ലേ ഇതിന്റെ ഉസ്താദന്മാരെ തങ്ങന്മാരെല്ലാം കളിയാക്കി ചിരിക്കുമ്പോ അതൊരു ഒരു കോസി ചില ആൾക്ക്. അബൂ ഹനീഫ ഇമാമിന്റെ അയൽവാസി കള്ളു കുടിച്ചിട്ട് എപ്പോഴും മഹാനെ ആക്ഷേപിക്കുകയാണ്, ചീത്ത പറയുകയാണ്, കളിയാക്കുകയാണ്. ഒരക്ഷരം ഒരു തവണ പോലും അബൂ ഹനീഫ തങ്ങൾ മുണ്ടിയിട്ടില്ല. അവസാനം 3 ദിവസമായി ഇയാളെ കാണുന്നില്ല. ഇയാളില്ല, പത്തയില്ല. ഞമ്മെന്ത് ചൊല്ലു പോയി ആണപ്പവേ ചെന്ന് കാജൂർ ദർഗത്ത് പടയിട്ട് നേർച്ച വെച്ചിരുമോണ് മണ്ണ് നീണ്ടുപോകും അല്ലെ. ഞമ്മ അങ്ങനല്ലേ വെക്കല്. ഊണി ഓടാൻ നമ്മളൊരു അയൽവാസിയാ ബന്ധപ്പെട്ട ആളാ എവിടെങ്കിലും പോയി വീണുപോയാ ഈ രോഗം വന്നാ നമ്മൾ പറയും നണ്ട സാപ്പ നാണപ്പവേ ചെന്നൊരു അല്ല. ശപിക്കുന്നത് നല്ലതല്ല. നമ്മുടെ ശാപം കൊണ്ട് ഒരാൾക്കും ഒന്നും ആകണ്ട. ശപിക്കുന്നത് ഖൈറില്ല, റാഹത്തില്ല. ഏതുമാകട്ടെ 3 ദിവസം ചീത്ത പറയുന്ന ആളെ കണ്ടിട്ടില്ലാത്തപ്പോ തേടിയിട്ട് പോകുന്നു അബൂ ഹനീഫ. നാട്ടുകാർ പറയുന്നു അയാളെ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴൊന്നും അയാൾ ജയിലിൽ നിന്ന് പുറത്തു വരൂല, അയാൾ ജയിലിലുണ്ട്. നമുക്ക് എത്ര കൊസിയ പോയല്ലേ കൊണ്ട് അണ്ട് ബന്ധായിട്ട് പോയ ജയിലിൽ പോയാ. അബൂ ഹനീഫ തങ്ങൾ നേരെ പോകുന്നു ജയിലിലേക്ക് പോകുമ്പോ പോലീസുകാർ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും എണീറ്റ് നിൽക്കുകയാ. അബൂ ഹനീഫ തങ്ങളല്ലേ വന്നത്, എന്തിനു വന്നു? ആളുകളുടെ ബഹുമാനമാണ്, ഭയങ്കരം റെസ്പെക്റ്റാണ്. ബഹുമാനത്തോടെ ചോദിക്കുമ്പോ അബൂ ഹനീഫ തങ്ങൾ പറയുന്നു എന്റെ ഒരു അയൽവാസി ഇവിടെ ജയിലിലുണ്ട്, അവനെ മോചിപ്പിക്കാൻ വന്നതാ. അവർ പറയുന്നു തങ്ങളെ അവൻ കള്ളു കുടിച്ചിട്ട് ആക്രമിച്ചിട്ട് തിന്മകൾ ചെയ്തിട്ട് അവനെ ജയിലിൽ അടച്ചതാണ്, അതുകൊണ്ട് എന്ത് വേണം തങ്ങളെ? മഹാനവരുകൾ പറയുന്നു ഞാനാണ് ജാമ്യം. അവൻ കള്ളു കുടിച്ചാ നിങ്ങൾ എന്നെ പിടിച്ചോ, എന്നെ കൊണ്ടുവന്നടച്ചോ. അവൻ കള്ളു കുടിക്കില്ലാണ് ഞാൻ സാക്ഷി പറയുന്നു. ആർക്ക് വേണ്ടിയിട്ടാ? എല്ലാ രാത്രികളും കള്ളു കുടിച്ചിട്ട് അബൂ ഹനീഫ തങ്ങളെ ചീത്ത വിളിക്കുന്ന, ആക്ഷേപിക്കുന്ന, പറയുന്ന, കളിയാക്കുന്ന ആൾക്ക് വേണ്ടി ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോയ അബൂ ഹനീഫ. അങ്ങനെ അതാ മനുഷ്യൻ ജയിലിൽ നിന്ന് വരുന്നു. അത്ഭുതമാണ്. എന്താ സംഭവിക്കുന്നത്? കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കൂടുന്നു, മുസ്ലിമാകുന്നു. അന്ന് ജയിലിൽ ആരെല്ലാം ഉണ്ടോ എല്ലാരെയും അവർ ജയിലിൽ നിന്ന് ഒഴിവാക്കുന്നു. കാരണം ജയിലിലേക്ക് അബൂ ഹനീഫ തങ്ങൾ വന്ന ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും മാപ്പ് ചെയ്യുന്നു. കണ്ടോ, അയൽവാസി ആക്രമിക്കുന്ന അയൽവാസി ജയിലിലായപ്പോ ജാമ്യം നിന്നിട്ട് ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ? അയൽവാസികൾക്ക് സിഹിർ വെക്കരുത്, അയൽവാസികളെ കളിയാക്കരുത്, അയൽവാസികളെ ബുദ്ധിമുട്ടിക്കരുത്, അയൽവാസികൾക്ക് ഇടങ്ങേറാക്കരുത്, ഒരു ഉപദ്രവവും ചെയ്യരുത്. അല്ലാഹുവേ ഞങ്ങളുടെ അയൽവാസികൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. അയൽവാസികൾ ബറക്കത്താണ്, റഹ്മത്താണ്. 7ാമത്തത് നിർത്തുന്നു. 7ാമത്തെ നരകത്തിന്റെ വാതിലിൽ കടമ്പയിൽ ചോദിക്കുന്നത് അനുസ്വരിത്തി, സത്യത്തെ തൊട്ടാണ്. സത്യം പറയണം. സംസാരത്തിൽ എപ്പോഴും കളവുണ്ടാകാൻ പാടില്ല. ഇത് വായ തുറന്നാ കളവ് പറയാ. ഇതിനിടയ്ക്ക് ഒരു ഹോട്ടലിൽ വെച്ച് എന്തുണ്ട് സപ്ലൈ ആക്കാൻ മോൻ ചെല്ലി 10 സേമ കൽത്തപ്പ പൊറോട്ട എല്ലാം ചെല്ലി. ഞാൻ ചെല്ലി എന്താട്ട് പിണ്ടിയും ചെല്ലി.
ഞാൻ ചൊല്ലി കൽത്തപ്പം ഉണ്ടാകുന്നുണ്ട്. കൽത്തപ്പം ഇല്ലാല് പിണ്ടി ഉണ്ടാട്ട് പിണ്ടി ഇല്ലാല് പിന്നെന്തുള്ളട്ടാ എന്ന് പൊറോട്ട മാത്രമേ ഉള്ളൂ. ഓ ഫസ്റ്റ് അതിലെ കൽത്തപ്പുണ്ട്, പിണ്ടിയുണ്ട്, സേമയുണ്ട്, പൊറോട്ട ഉണ്ട്, ചെറുതങ്ങനെ. പിന്നത്തിൽ വാട്ടൽ പോയപ്പോൾ എല്ലാം ഉണ്ട്. ഉസ്താദ് ഏതാവുന്നു ഞാൻ പിന്നെ ചെല്ലി കൽത്തപ്പാവും. കുറച്ച് കഴിയുമ്പോൾ ദോശ വന്ന് വരുന്ന കാണുന്നില്ല. പിന്നെ അവനെ വിളിച്ച പയ്യക്ക് പക്ഷെ ദോശ മാത്രമേ ഉള്ളൂ എന്ന് ബേജാറാക്കണ്ടാന്ന്. പിന്നെ എന്താക്കാൻ ഇരുന്നിട്ട് അതിന് കറി വെച്ചിട്ടു അതിന് കൽത്തപ്പ ഇപ്പൊ വരുന്നിട്ട്. അങ്ങനെയാണ് കളവ് നമ്മുടെ ജീവിതത്തിൽ. അത് ചില ആൾ ഐഡിയ അങ്ങനെ അറിയോ, ഫസ്റ്റ് പോയപ്പോ അതില്ല ഇതില്ല അല്ലെങ്കിൽ ഇഞ്ഞിട്ട് പോകുന്നില്ലേ, എല്ലാം ഉണ്ടോ എന്നിട്ട് വളരെ സമാധാനാക്കി ദയിപ്പാട്ടിട്ട് പിന്നെ ചെല്ലാം അതില്ല ഇതില്ല. അവരിത് കളവ് ജീവിതത്തിൽ എവിടെയും, കച്ചവടത്തിലോ കുടുംബത്തിലോ അവിടെയോ ഇവിടെയോ എവിടെയും കളവില്ലാത്ത ജീവിതമാകണം. കളവിനെ തൊട്ട് ഒരാൾ സൂക്ഷിച്ചു കഴിഞ്ഞാ നരകത്തിന്റെ 7ാമത്തെ വാതിലും വിട്ട് അവൻ സ്വർഗത്തിലേക്കാ. ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ സംഭവം വളരെ വിശാലമായിട്ട് പറയേണ്ടതുണ്ട്. സമയത്തിന്റെ അഭാവം കൊണ്ട് ചുരുക്കുകയാണ്. മുത്തുമുഅ്മിനീങ്ങളെ, നമ്മുടെ മരണം നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അബിപുത്തൂറില് പേരമുഖറിലെ മുദരിസ് ഫാദിലി ഉസ്താദ് അവരുകൾ, വിനയത്തിന്റെ പ്രതീകമായ പണ്ഡിത സുഹൃത്ത്, ഈ ലോക 40 ചില്ലാനം വയസ്സുള്ള മുദരിസായ ആലിമായ നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയായ ഫാദിലി ഉസ്താദ് അവരുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ. നിസ്കാരത്തിന് പള്ളിയിലുണ്ടായിരുന്ന ഉസ്താദ് നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എങ്കിലോ അവിടത്തെ ചോരപ്പൈതലീങ്ങളാകുന്ന പൊന്നുമക്കളെ യതീം മക്കളാക്കി. അവിടത്തെ വളരെ സ്നേഹിച്ചിരുന്ന മുതഅല്ലിമീങ്ങളായ പൊന്നുമക്കളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാരെയും കണ്ണീരിലാക്കി. ഫാദിലി ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു പോയി. ആരുടെ മണ്ണാകുന്ന ഖബറിലല്ലയോ. അല്ലാ, ഉസ്താദിന്റെ ഭാര്യക്ക്, മക്കൾക്ക്, കുടുംബത്തിന് നീ ക്ഷമ നൽകണം അല്ലാ. ആ ഉസ്താദിന്റെ ദറജകൾ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണം അല്ലാ. എത്രയെത്ര മരണങ്ങളാണ് നമ്മുടെ കക്കിഞ്ചയിലെ സിദ്ദീഖിന്റെ വീട്ടിക സിദ്ദീഖിന്റെ പൊന്നുമോന്, 3 വയസ്സുള്ള പൊന്നുമോന് അപകടത്തിൽ വെച്ച് മരിച്ചുപോയില്ലേ. അല്ലാ, കുടുംബത്തിന് നീ ബദൽ കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ. എത്രയെത്ര മരണങ്ങളാണ്. ഇന്നലെ നടന്ന ഒരപകടത്തിൽ വെച്ച് റഫീഖ് നാട്ടക്കല്ല്, ആസിഫ് സജിപ്പാണ് പറയുന്ന ചുറുചുറുക്കുള്ള 2 ചെറുപ്പക്കാർ വളരെ മനോഹരമായ വാഹനത്തിൽ ആക്സിഡന്റിലൂടെ ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ. അല്ലാ, ചെറുപ്പക്കാരുടെ ഖബറടം റാഹത്താക്കണേ അല്ലാ. 2 കുടുംബത്തിനും നീ ക്ഷമ നൽകണേ അല്ലാ. അപകടങ്ങൾ പെരുക്കുകയാണ്, മരണങ്ങൾ വർദ്ധിക്കുകയാണ്. എപ്പോൾ മരിക്കുമെന്നറിയില്ലല്ലോ, എവിടെ മരിക്കുമെന്നറിയില്ലല്ലോ, എങ്ങനെ മരിക്കുമെന്നറിയില്ലല്ലോ. നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാകണേ. ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് തങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരു മനുഷ്യൻ വരുന്നു. സഫ്വാൻ ഇബ്നു ഉമയ്യ പറഞ്ഞയക്കുകയാ. ഉമൈർ ഇബ്നു വഹബ് എന്നയാളെ പറഞ്ഞയക്കുന്നു. കൊന്നിട്ട് തലയെടുത്തിട്ട് വരണം. ആരെ? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് അയാൾ പറയുന്നു, എനിക്കത് പ്രശ്നമല്ല, പക്ഷേ എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. പല പ്രശ്നങ്ങളും പറഞ്ഞ് എല്ലാം അദ്ദേഹം ഏറ്റെടുത്തു. എല്ലാ കടങ്ങളും വീട്ടാൻ ഏറ്റെടുത്തു, എല്ലാം ഏറ്റെടുത്തു. റസൂലുള്ളാഹി തങ്ങളിലേക്ക് വാളുമായിട്ട് ആ മനുഷ്യൻ വരുന്നു. മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്, സ്വഹാബിമാരുണ്ട്, അവരൊക്കെ പിടിച്ചു വെക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉദിനു മിന്നി യാ ഉമർ, ഉമറേ സമ്മതം കൊടുക്കുക, സാരല്ല. മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ആ മനുഷ്യനതാ കൊല്ലാൻ വന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്, എന്തിനു വന്നു? അദ്ദേഹം പറയുകയാ, എന്റെ മകൻ യുദ്ധത്തിൽ തടവുകാരനായിട്ടുണ്ട്, അത് ചോദിക്കാൻ വന്നതാ, അവനെ വിട്ടയക്കാൻ സമ്മതത്തിന് വന്നതാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, കത്തി എന്തിനാ? റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ ഇവിടെ നിൽക്കുമ്പോ സഹാബത്ത് തുറിതുറിച്ചു നോക്കുന്നുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങൾ നോക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലില്ലയോ, അദ്ദേഹത്തോട് മുഴുവൻ കാര്യങ്ങളും പറയുകയാണ്. അല്ല, നീ അങ്ങനെ വന്നതല്ല, നിന്റെ കടം വീട്ടാൻ വേണ്ടി സഫ്വാൻ എന്നവർ ഏറ്റെടുത്ത് എന്റെ തല കൊണ്ടുപോകാൻ വന്നതല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ
കിട്ടുകിടാ വിറച്ച് കത്തി കയ്യിൽ നിന്ന് താഴെ വീഴുന്നു. ഇതറിഞ്ഞ റസൂലുള്ളാഹിക്ക് അദ്ദേഹത്തെ കൊല്ലാം, സഹാബികളെ കൊണ്ട് കൊല്ലിക്കാ ഒന്നുമില്ല. ഇത് പറഞ്ഞ പാടെ കത്തി താഴെ വീണ പാടെ നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാ റഹ്മത്തുല്ലിൽ ആലമീൻ റസൂലുള്ളാഹി. കൊല്ലാൻ വന്ന മനുഷ്യനെ അടുത്തിരുത്തിയിട്ട് ആശ്വസിപ്പിച്ചിട്ട് സന്തോഷിപ്പിച്ചിട്ട് ഇത് കണ്ടപാടെ അദ്ദേഹം ഷഹാദത്ത് ചൊല്ലുകയാണ്, മുസ്ലിമാവുകയാ. എന്നിട്ട് മക്കത്തേക്ക് പോകാൻ സമ്മതം ചോദിച്ചു. പെട്ടെന്ന് പോകാൻ വിട്ടില്ല. പിന്നെ മക്കത്തേക്ക് പോയി. മക്കത്തൊരാള് കാത്തിരിപ്പുണ്ട്, സഫ്വാൻ. അള്ളാന്റെ റസൂലിന്റെ തല കൊണ്ടുവരാൻ കണ്ടവരോട് ചോദിക്കുന്നുണ്ട്, ഉമൈറിനെ കണ്ടിട്ടുണ്ടോ? തലക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ മുഹമ്മദിന്റെ ദീന് വിശ്വസിച്ചു. നമ്മൾ കരുതിയ പോലോട്ട ആളല്ല, ഞാൻ മുസ്ലിമായി കേട്ടോ. എന്താ കേൾക്കുന്നത്? അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ വന്നയാള് മുസ്ലിമാകുന്നു. പിന്നീട് കാലങ്ങൾ നീണ്ടുപോയി. പിന്നീട് മക്കം ഫതഹിന്റെ നാളിലതാ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും വരുമ്പോ ഇവർക്ക് പേടിയാ, ഇവരെ കൊല്ലുമോ സഫ്വാൻ? ഒരുപാട് ആളുകളെ ആക്രമിച്ച മനുഷ്യനാണ്. ഹബീബ് തങ്ങളെ കൊല്ലാൻ ആളെ വിട്ടയാളാ. കൊല്ലുമോ? അദ്ദേഹം നാട് വിടുന്നു. കാരണം എന്തിനാ? കൊല്ലുമെന്ന് ഭയന്നുകൊണ്ട് സുസൈഡ് ചെയ്യാൻ പോകുന്നു, ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അള്ളാന്റെ റസൂലിനോട് ഉമൈർ ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്നെ കൊല്ലാൻ പറഞ്ഞു വിട്ടയാള് അയാൾക്ക് മാപ്പുണ്ടോ നബിയേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയാൾക്കും മാപ്പുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പോയി പറയുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് വിശ്വാസമില്ല, എന്നെ നിങ്ങൾ കൊന്നാലോ ഞാൻ ഭയക്കുകയാ. എനിക്ക് തെളിവുണ്ടെങ്കിലേ വരൂ, അല്ലെങ്കിൽ ഞാൻ തൂങ്ങി മരിക്കാൻ പോകുന്നു. അദ്ദേഹം അവിടെ നിന്ന് അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയി മുത്ത് റസൂലുള്ളാഹ് അവിടത്തെ ഷാൾ എടുത്തു കൊടുക്കുകയാണ്. അവിടത്തെ ഷാള് എല്ലാവർക്കും പരിചയമുള്ള ഷാള്. അവിടത്തെ ഷാൾ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇതയാള് കയ്യിൽ പിടിച്ചുകൊണ്ട് വരട്ടെ. മുത്ത് റസൂലുള്ളാഹിനെ കൊല്ലാൻ പറഞ്ഞയച്ച മനുഷ്യന് മാപ്പ് കൊടുക്കുന്നു എന്ന് പറയുമ്പോ അറിയാതെ ശത്രുക്കൾ കൊല്ലുമോ? ഹബീബ് തങ്ങളെ ഷാള് കണ്ട അവർ കൊല്ലൂലല്ലോ. ശത്രുവിന് മാപ്പ് കൊടുക്കാൻ അവിടത്തെ ഷാള് കൊടുത്തയച്ച റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷാളുമായി വരുമ്പോ സ്വഹാബികൾ ഇങ്ങനെ തുറുതുറിച്ചു നോക്കുന്നുണ്ട്. ഒന്നും ചെയ്തില്ല. കാരണം മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഷാളും പിടിച്ചിട്ടാണ് അയാൾ വരുന്നത്. ഒന്നും ചെയ്യാതെ അദ്ദേഹത്തെ വെറുതെ വിടുന്നു. ഹബീബിനടുത്ത് വന്ന് മുസ്ലിമാകുന്നു. കൊല്ലാൻ തലയെടുക്കാൻ വന്നവർക്കും മാപ്പ്, പറഞ്ഞയച്ചവനും മാപ്പ്, എല്ലാവരോടും മാപ്പ് ചെയ്ത റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് മാപ്പ് കൊടുക്കുക. മുത്ത് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുക. സ്വലാത്ത് നല്ലോണം ചെല്ലുക. ഒരു 10 സ്വലാത്ത് ആണുങ്ങളൊക്കെ ഒന്ന് എണീറ്റേക്ക്. ഒരു 10 സ്വലാത്ത് ഹബീബ് തങ്ങളെ പേരിൽ ചൊല്ലി ചെറിയൊരു ദുആ. 10:29 സമയം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. ദുആ കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും മുസാഫഹത്താക്കി. പൈസ ഉള്ളവരും ഇല്ലാത്തവർക്ക് ചെറിയ ദുആ. അത് കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും മുസാഫഹത്താക്കി. ആരും മുസാഫഹത്താക്കാതെ പോകരുത്. പൈസ ഉള്ള ആൾ തരാ, അല്ലാത്ത ആൾ സദസ്സിൽ ജബ്ബാർ ഉസ്താദ്, ഒരുപാട് ഉസ്താദന്മാരൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ ചൊല്ലിയത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പറഞ്ഞതും സ്വലാത്തു ചൊല്ലിയതും എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്.
ബദരീങ്ങൾ ഔലിയാക്കൾ അമ്പിയാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഇവിടെ കിടക്കുന്ന ഈ കാജൂറിൽ കിടക്കുന്ന മഹാന്മാർ അവരുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ കാജൂർ ഔലിയാക്കളുടെ ബർക്കത്ത് ഞങ്ങളുടെ എല്ലാ മജ്‌ലിസുകളിലും ഞങ്ങളുടെ എല്ലാ ജോലി കുടുംബങ്ങളിലും നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മ ഉപ്പാക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. മരിച്ചുപോയ ഉമ്മ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. അല്ലാ, ഒരുപാട് കടങ്ങളുണ്ട്, ഞങ്ങളുടെ എല്ലാ കടങ്ങളെയും നീ വീട്ടിത്തരണം അല്ലാ. അല്ലാ, രോഗങ്ങൾ ഒരുപാടുള്ളവരുണ്ട്, എല്ലാ രോഗങ്ങളും ശിഫാ നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ മക്കളുടെ കല്യാണ കാര്യങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം നീ പൂർത്തിയാക്കണേ അല്ലാ. ഖൈറായ വീട് നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ ജമാഅത്തിൽ ഓരോന്നിലും നീ ഖൈർ നൽകണേ അല്ലാ. ഓരോ വീട്ടുകാർക്കും റാഹത്ത് നൽകണേ അല്ലാ. ഇന്നിവിടെ വന്ന ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. ഉസ്താദന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ, അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. അതുപോലെ കക്കിഞ്ച മജ്‌ലിസിൽ മാസം തോറും ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ കാവലേകണേ അല്ലാ. ഞങ്ങളുടെ ദർസിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ നാട്ടിൽ റഹ്മത്തും ബറക്കത്തും കോരിവാരി കൊടുക്കണേ അല്ലാ. ഉറൂസുമായി ബന്ധപ്പെട്ട് സഹായിച്ചവർ, സഹകരിച്ചവർ, കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. അല്ലാ, മൈഷത്തിന് വേണ്ടി ആരാന്റെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. മരുന്നിന് വേണ്ടി എത്ര വീഡിയോകളാണ്. കിഡ്നി മാറ്റിവെക്കാൻ, ലിവർ മാറ്റിവെക്കാൻ, കാല് മുറിച്ചു മാറ്റാൻ എത്ര വീഡിയോകൾ കരഞ്ഞു കലയുന്ന അല്ലാ.